സോ ഒരിക്കൽ കൂടി നമസ്കാരം. ഗുഡ് ഈവനിങ് എവ്രി വൺ. ഇന്നത്തെ സൂമിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഒരു സ്പീക്കറായല്ല, ഒരു എക്സ്പേർട്ട് ആയിട്ടുമല്ല, ആസ് എ ഫെല്ലോ ഹ്യൂമൺ, ഒരു സുഹൃത്തോ സഹോദരനോ സഹയാത്രികനോ ഒക്കെ ആയിട്ടാണ്. ബിക്കോസ് ഹെൽത്ത് ഈസ് നോട്ട് എ സബ്ജക്ട്. Health is a shared human experience. നമ്മൾ ഒരു പഴമൊഴി പറയാറുണ്ട്. There is an old saying, build your hut before it rains. അല്ലേ? നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത് മഴ തുടങ്ങുന്നതിന് മുമ്പാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്: മഴ പെയ്യുന്ന ദിവസമല്ല വീട് ചോരുന്നത്. മഴ തുടങ്ങുമ്പോഴാണ് ചോർച്ച അല്ലെങ്കിൽ ഒരു നാശം കാണപ്പെടുന്നത് എന്നതാണ്. അതായത് വീട് വർഷങ്ങളായിട്ട് സൈലന്റ് ആയിട്ട് കേടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നത് വെള്ളം തലയിൽ വീഴുമ്പോഴാണ്. ടുഡേസ് സെഷൻ ഈസ് ഓൾ അബൌട്ട് റിപ്പയറിംഗ് ദ റൂഫ് ബിഫോർ ദ മൺസൂൺ അറൈവ്സ്. ഇന്ന് ഓൺലൈൻ ന്യൂസ് ഫീഡിൽ ഞാൻ 3 വാർത്തകൾ കാണുകയുണ്ടായി. ഓക്കെ, നമ്മൾ മലയാളികളെ കുറിച്ചുള്ള ഒരു 3 വാർത്തകളാണ്. ഒരാള് 47 വയസ്സാണ്. രാത്രി കുട്ടികളെ വിളിച്ചു, വെള്ളം വാങ്ങി കുടിച്ചു. രാവിലെ ഫാമിലി നോക്കുമ്പോൾ മരിച്ചു കിടക്കുകയാണ്. അതായത് ഉറക്കത്തിൽ മരണപ്പെട്ടു. മലയാളിയാണ്, UK ഞാൻ നമ്മുടെ ന്യൂസ് ഫീഡിൽ കണ്ടൊരു ന്യൂസാണ്. മറ്റൊരു വാർത്ത, ഒരു യങ് മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്. കുട്ടിയുടെ മാതാപിതാക്കൾ ഡോക്ടേഴ്സാണ്. ഫാദറോ മദറോ ആരോ ഡോക്ടറാണ്. ലാപ്ടോപ്പിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് കാണപ്പെടുന്നത് മരിച്ച നിലയിൽ കാണുകയാണ്. ഒരുപക്ഷെ ലാപ്ടോപ്പിൽ ജോലി ചെയ്യുമ്പോഴോ ആയിരിക്കണം. മെഡിസിൻ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. മറ്റൊന്ന് കേരളത്തിലൊരു ഹോസ്പിറ്റലിലാണ്. വയ്യായികയായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലുകാർ മെഡിക്കൽ കോളേജിലേക്ക് അയക്കാൻ പറഞ്ഞു. ട്രീറ്റ്മെന്റ് ഡിലേ ആയതായിരിക്കാം ഒരുപക്ഷെ കാരണം. മരണപ്പെട്ടു. വ്യത്യസ്ത പ്രായം, വ്യത്യസ്തമായിട്ടുള്ള പ്രൊഫഷൻ, വ്യത്യസ്തമായ ജീവിതം, വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്. എല്ലാവരും മലയാളികളാണ്. മറ്റൊരു കോമൺ ആയിട്ടുള്ള ഫാക്ടർ, എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: ഇതൊക്കെ എങ്ങനെയാണ് പെട്ടെന്ന് സംഭവിക്കുന്നത്? ഇവരാരും നാളെ ഞാൻ മരിക്കും എന്നുള്ളത് സ്വപ്നത്തിൽ പോലും കരുതിയിരിക്കില്ല. നമ്മളും അങ്ങനെ തന്നെയാണ്. എല്ലാവരും വിശ്വസിക്കുന്ന ഒരു നുണയുണ്ട്: ഇറ്റ്സ് എ ലൈ. എനിക്കൊരു കുഴപ്പമില്ല, ഐ ഫീൽ ഫൈൻ, ഐ ആം ആക്റ്റീവ്, ഐ ഗോ ടു വർക്ക്. ബട്ട് ലെറ്റ് മീ സേ ദിസ് ക്ലിയർലി, ഫീലിംഗ് ഫൈൻ ഈസ് നോട്ട് എ ഹെൽത്ത് റിപ്പോർട്ട്. പാമ്പ് കടിച്ചപ്പോൾ ചിലപ്പോൾ വേദനയൊക്കെ കുറവായിരിക്കും, വലിയ വേദന ഒന്നും ഉണ്ടാവില്ല. പക്ഷേ വിഷം പടരുന്നത് സൈലന്റ് ആയിട്ടാണ്, നിശബ്ദമായിട്ടാണ്. സൈലന്റ് ഡാമേജ് ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ഡാമേജ്. ആൻഡ് സഡൻ ഡെത്ത് ഈസ് നോട്ട് സോ സഡൻ. ഇറ്റ് ഈസ് ഇയേഴ്സ് ഓഫ് ടോക്സിക് ഓവർലോഡ്, വർഷങ്ങളോളമുള്ള ടോക്സിക് അക്യുമുലേഷൻ, ഇയേഴ്സ് ഓഫ് ക്രോണിക് ഇൻഫ്ലമേഷൻ, ഇയേഴ്സ് ഓഫ് ഗട്ട് ഇംബാലൻസ്, ഇയേഴ്സ് ഓഫ് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി, ബട്ട് നോ സിംറ്റംസ് ഒന്നുമില്ല. അൺടിൽ വൺ ഡേ ദ ബോഡി സേസ്, ഒരു ദിവസം ബോഡി പറയും, ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഇനിയും എനിക്ക് സഹിക്കാൻ കഴിയില്ല. ബോഡി നെവർ ബിട്രേസ് സഡൻലി, ഇറ്റ് ഓൺലി ടോളറേറ്റ്സ് സൈലന്റ്ലി. വളരെ സൈലന്റ് ആയിട്ട് ബോഡി ടോളറേറ്റ് ചെയ്യാം. ഇപ്പൊ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്: സോറി,
നല്ല ഭക്ഷണം നമ്മുടെ അപ്പനപ്പൂപ്പന്മാരൊക്കെ കഴിച്ചിരുന്ന പോലെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചാൽ മതി, ഫുഡ് ആണ് മെഡിസിൻ എന്നൊക്കെ പറയും. കൺസെപ്ച്വലി കറക്റ്റ് ആണ്. പക്ഷേ പ്രാക്ടിക്കലി ഇപ്പൊ നമുക്കത് ഇമ്പോസിബിൾ ആണ്. ഒരു 150 കൊല്ലം മുമ്പത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ, അവർ സോയിൽ വാസ് അലൈവ്, നമ്മുടെ മണ്ണ് ജീവനുള്ളതായിരുന്നു. ഫുഡ് വാസ് സീസണൽ, ഓയിൽസ് were നാച്ചുറൽ, സ്ട്രെസ് വാസ് ലോ. ഇന്ന് ഇതേ ഭക്ഷണം, അതായത് 150 കൊല്ലം മുൻപ് നമ്മുടെ മുതുമുത്തച്ഛന്മാർ ആ കാലഘട്ടത്തിലൊക്കെ ഉള്ള ആൾക്കാർ, ഗ്രാൻഡ് ഫാദേഴ്സ് ഒക്കെ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലെ ആൾക്കാർ കഴിച്ചിരുന്ന ഭക്ഷണം ഇന്ന് നമുക്കത് അഫോർഡബിൾ അല്ല. അതേ ഭക്ഷണം ഇന്ന് നമ്മൾ കഴിക്കണമെങ്കിൽ ഒരു സിഇഒ ലെവലിൽ വരുമാനം വാങ്ങുന്ന ഒരാൾക്ക് പോലും ആ ഭക്ഷണം ഇന്ന് അഫോർഡബിൾ അല്ല. We can't access mineral rich food. We can't avoid processed oils. We can't escape chronic stress. നമ്മൾ ആൻഷ്യന്റ് ബയോളജിയിലുള്ള മോഡേൺ മനുഷ്യരാണ്. നമ്മൾ നേരിടുന്നത് മോഡേൺ ഡാമേജ് ആണ്. അതുകൊണ്ട് തന്നെ സൊല്യൂഷൻസ് മസ്റ്റ് ബി സയന്റിഫിക്, മെഷറബിൾ ആൻഡ് സ്കെയിലബിൾ. ദാറ്റ് ഈസ് വൈ സെൻസിനോ ഈ ഒരു പ്രൊജക്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നു. സെൻസിനോ ഈസ് എ ഗ്ലോബൽ ഹെൽത്ത് ആൻഡ് വെൽനസ് കമ്പനി ഫ്രം സ്കാൻഡിനേവിയ. It's a Nasdaq listed company and they operate in more than 100 countries. Zinzino doesn't start with advice. ഇവര് നമുക്കൊരു ഉപദേശം നൽകുന്ന ഒരു കമ്പനിയല്ല. Zinzino starts with data. ഇവര് ഡാറ്റ കൊണ്ട്, അതായത് വസ്തുതകളിൽ അധിഷ്ഠിതമായിട്ടാണ് കമ്പനീസ് തുടങ്ങുന്നത്. ബിക്കോസ് വാട്ട് വി ഡോണ്ട് മെഷർ വി ക്യാൻ ഓൺലി ഗസ് ഇറ്റ്. നമ്മൾ മെഷർ ചെയ്യാത്തതെല്ലാം തന്നെ നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ. അതായത് ഒരു ഊഹം വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് ഒരു കാറിന്റെ ഡാഷ്ബോർഡിൽ എഞ്ചിൻ തകരാറ്, ഇങ്ങനെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ആരും തർക്കിക്കാനൊന്നും പോവില്ല, നമ്മൾ ആരും അത് അവഗണിക്കൂല. യു ഡോണ്ട് ഇഗ്നോർ, യു ഡോണ്ട് ആർഗ്യൂ, യു ചെക്ക്. നമ്മളത് ഒരു സർവീസ് സെന്ററിൽ, ഒരു വർക്ക്ഷോപ്പിൽ ചെന്ന് നമ്മളത് ചെക്ക് ചെയ്യും. So that is what we are going to do now. We are going to test. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ തകരാറുകൾ എങ്ങനെയാണ്, നമുക്ക് ബോഡിയിൽ ഈ തകരാറുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ഈ ലൈറ്റ്, എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം? There is a ratio called omega-6 to omega-3. ഓക്കെ, ഇതൊരു റേഷ്യോ ആണ്. എന്താണ് ഈ റേഷ്യോ? നമ്മുടെ ശരീരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ശരീരം ഒരു വലിയ രാജ്യം പോലെയാണ്. നമ്മുടെ ഇന്ത്യ, അമേരിക്ക അല്ലെങ്കിൽ റഷ്യ എന്നൊക്കെ പറയുന്ന പോലെ വലിയൊരു രാജ്യം. ഈ രാജ്യത്തെ ജനങ്ങളാണ് സെല്ലുകൾ. അതായത് നമ്മുടെ ശരീരത്തെ ഒരു രാജ്യമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഈ രാജ്യത്തിലെ പ്രജകൾ എന്ന് പറയുന്നത് സെല്ലുകളാണ്, കോശങ്ങളാണ്. ഇതാണ് ഇതിന്റെ അടിസ്ഥാന യൂണിറ്റുകൾ. ഈ ഓരോ കോശങ്ങൾക്ക് ചുറ്റും, ഓരോ പ്രജകൾക്ക് ചുറ്റും ഒരു സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്. ആ സെക്യൂരിറ്റി ഫോഴ്സിനെ പറയുന്നത് സെൽ മെംബ്രെയിൻ എന്നാണ്. അതായത് ആ ഒരു ബോർഡർ, ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ഒരു അതിർത്തി കാക്കുന്ന പട്ടാളക്കാരെ പോലെ, ആ ഒരു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ പോലെ നമ്മുടെ കോശങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു സുരക്ഷാ സംവിധാനമാണ് സെൽ മെംബ്രെയിൻ. ഈ സെൽ മെംബ്രെയിൻ നിർമ്മിക്കപ്പെടുന്നത് ഈ 2 ഫാറ്റ് കൊണ്ടാണ്. ഇത് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ടതാണ്. ഇതിനെ പറയുന്നത് omega-3 and omega-6 എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്നാണ് പറയുക. ഇത് ഒരേ അനുപാതത്തിലാവണം. ഇതില് omega-6 എന്ന് പറയുന്നത് അറ്റാക്ക് ആണ്. അതായത് ഒരു ടെററിസ്റ്റുകൾ, അതായത് ഈ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് നിശ്ചയിക്കുന്നത് ഈ കോശങ്ങൾക്കുള്ളിലേക്ക് എന്ത് പ്രവേശിക്കണം, എന്ത് പുറത്ത് കടക്കണം എന്നുള്ളത്. ഒരു രോഗാണുവോ ഒരു തീവ്രവാദിയോ വരുവാണെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്ത്, ഫയർ ചെയ്ത് അതിനെ നശിപ്പിക്കുന്ന ആ ഒരു അറ്റാക്കിംഗ് സംവിധാനമാണ് omega-6. ഈ അറ്റാക്ക് കഴിഞ്ഞാൽ അറ്റാക്കിനെ, ഫയറിങ്ങിനെ ഇല്ലാതാക്കുന്നതാണ് omega-3. ഇത് ഒരേ അനുപാതത്തിൽ ഉണ്ടാവണം. And the ratio is 1:1.
ഒരു 3:1 വരെ ഒന്നും അതൊരു കുഴപ്പമില്ല. എന്നാൽ ഒരു 4:1 വന്നാൽ പോലും ഇതൊരു ടേണിംഗ് പോയിന്റ് ആണ്. സോറി. കാരണം ഈ ഒരു അറ്റാക്കിംഗ് നടന്നുകൊണ്ടിരിക്കും. ഇന്ന് നിർഭാഗ്യവശാൽ നമ്മൾ ഒട്ടുമിക്ക ആളുകളുടെ നോക്കിക്കഴിഞ്ഞാലും ഇത് 15:1, 20:1, 25:1 ഒക്കെയാണ്. ഇന്ത്യയിൽ ഇതിന്റെ ആവറേജ് എന്ന് പറയുന്നത് 47:1 ആണ്. അതായത് 47 ഇടങ്ങളിൽ അറ്റാക്ക് നടക്കുന്നുണ്ട്. പക്ഷെ ഒരു സ്ഥലത്ത് മാത്രമേ അതിനെ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ശമിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ പറ്റുന്നുള്ളൂ. ഈ അറ്റാക്ക് രോഗാണുക്കളോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല, ബിക്കോസ് ഓഫ് എക്സസ് ടോക്സിക് ഓവർലോഡ്. ഇത് എവിടെയൊക്കെ സംഭവിക്കുന്നോ അവിടെയൊക്കെ ടിഷ്യൂസ്, ഓർഗൻസ് ഡാമേജ് ആവും. ബ്രെയിനിലാണെങ്കിൽ അത് ബ്രെയിൻ ഡാമേജ് ആവും, ഹാർട്ടിലാണെങ്കിൽ ഹാർട്ടിന്റെ ഡാമേജ് ആവും, ലിവറിലാണെങ്കിൽ ലിവർ ഡാമേജ് ആവും, ജോയിന്റിൽ ഡാമേജ് ആവും. സോ ഈ ഒരു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ആവശ്യമായ, അതായത് ഇത് റേഷ്യോ കൂടുന്തോറും ഈ സെക്യൂരിറ്റി ഫോഴ്സ് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്നും കടത്തി വിടൂല്ല. അതിന്റെ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി എന്ന് പറയും. ആവശ്യമുള്ള ഘടകങ്ങൾ എത്തിച്ചേരില്ല. അതായത് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് ഗ്ലൂക്കോസ് ബ്ലഡിലെത്തി, ഗ്ലൂക്കോസ് കോശങ്ങൾക്കുള്ളിലേക്ക് പ്രവേശിച്ചെങ്കിൽ മാത്രമേ അതിനെ ഊർജ്ജമാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഈ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഗ്ലൂക്കോസിനും ഇൻസുലിനും ഒന്നിനും തന്നെ കോശങ്ങൾക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ഇൻസുലിൻ ഹോർമോൺ സിഗ്നലിംഗ് നടക്കില്ല, ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ നടക്കില്ല, ടോക്സിൻസിനെ പുറന്തള്ളാനും കഴിയില്ല. യുവർ സെൽസ് വിൽ ബി ഡാമേജ്ഡ്. ഇങ്ങനെ നിരന്തരം വലിയ അളവില് കോശങ്ങൾ കേടാവുമ്പോൾ, ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടാവുമ്പോൾ നമുക്ക് രോഗങ്ങൾ ഉണ്ടാവും. ഇതൊരു ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഈ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കണമെങ്കിൽ നമുക്ക് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. നമ്മുടെ റേഷ്യോ നമ്മൾ ബാലൻസിലേക്ക് കൊണ്ടുവരാം. omega-6 to omega-3 റേഷ്യോ, ദാറ്റ് ഈസ് വാട്ട് ദിസ് റേഷ്യോ ഈസ് ഓൾ അബൌട്ട്. ആൻഡ് ദ റേഷ്യോ ഈസ് 3:1. അവിടെയാണ് നമ്മൾ, സോ വി ക്യാൻ ഡു ദിസ് ബൈ യൂസിങ് എ സിമ്പിൾ ബ്ലഡ് ടെസ്റ്റ്. നമ്മുടെ ഫിംഗർ ടിപ്പിൽ നിന്ന് 1-2 ഡ്രോപ്പ് ബ്ലഡ് എടുത്തുകൊണ്ട് നമുക്കൊരു ഇന്റേണൽ ഡാഷ്ബോർഡ്, ആ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇതിൽ ഈ ഫാറ്റി ആസിഡ് ഇംബാലൻസ് നമുക്കറിയാം, നമ്മുടെ ഇൻഫ്ലമേഷൻ റിസ്ക് അറിയാം, സെല്ലുലാർ സ്ട്രെസ് അറിയാം. ആൻഡ് ഈ ടെസ്റ്റ് ചെയ്യുന്നത് പുറത്താണ്, ഓസ്ലോയിലുള്ള ഒരു ലാബിലാണ്. വിറ്റാസ് അനലിറ്റിക്കൽ സർവീസ് എന്ന് പറയുന്ന വളരെ കാര്യം, ഈ ഒരു കമ്പനി 100-ലധികം രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം ബ്ലഡ് സാമ്പിൾസ് പോകുന്നത് ഈ ലാബിലേക്കാണ്. ഇതൊരു തേർഡ് പാർട്ടി ലാബാണ്, വളരെ ലോക പ്രശസ്തമായിട്ടുള്ള ഒരു ലാബാണ്. നമുക്കൊരു 3 to 4 വീക്സിൽ നമുക്ക് ഈ ബ്ലഡ് റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ കിട്ടും. നമുക്കിതെല്ലാം അറിയാൻ പറ്റും. ഓക്കെ, ഇതൊരു 100-ലധികം രാജ്യങ്ങളിൽ ഇപ്പോൾ ഇതിന്റെ ഓപ്പറേഷൻസ് ഉണ്ട്. സോ നിങ്ങളുടെ ടെസ്റ്റിൽ നമുക്ക് ഈ സെല്ലുലാർ ഫങ്ഷൻസ് കറക്റ്റ് അറിയാം. ദെൻ കമ്പനി പറയുന്നത് ഇതാണ്, നമ്മൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വി ക്യാൻ ഡു, വി ക്യാൻ ബ്രിങ് യു ബാക്ക് ഇൻ ടു ബാലൻസ് ഇൻ 120 days. 120 ദിവസം കൊണ്ട് നമുക്കിത് ബാലൻസിലേക്ക് കൊണ്ടുവരാം. ഇതൊരു ട്രീറ്റ്മെന്റ് അല്ല, ഇതൊരു കറക്ഷൻ ആണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ ഒരു കെട്ടിടത്തിൽ വിള്ളലുകൾ വന്നു കഴിഞ്ഞാൽ നമ്മളത് പെയിന്റ് അടിച്ച് മായ്ക്കുകയല്ല ചെയ്യുക, നമ്മൾ അതിന്റെ ഫൗണ്ടേഷൻ ഒക്കെ ശരിയാക്കും. എന്ന് പറയുന്നത് പോലെ ഈ കോശങ്ങൾ കേടാവുമ്പോൾ നമുക്ക് ഈ സിഗ്നൽസ്, അതായത് ഈ മാർക്കേഴ്സ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, സോ വി നീഡ് ദ റൈറ്റ് ഫാറ്റ്സ് ടു കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി. അവിടെയാണ് സിൻസിനോ കമ്പനി, സിൻസിനോ ഈസ് എ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കമ്പനി. അവരുടെ ഒരു പാനൽ ഓഫ് സയന്റിസ്റ്റുകളുണ്ട്. ദേ പ്രിപ്പയർഡ് സംതിങ് കോൾഡ് ബാലൻസ് ഓയിൽ. ആ പേര് പറയുന്നത് പോലെ തന്നെ ഇതൊരു ബാലൻസിലേക്ക് കൊണ്ടുവരിക. സോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവം ഒന്നുമല്ല. ഇതൊരു മെഡിക്കേഷനോ ഒരു ഫാർമസ്യൂട്ടിക്കൽ മെഡിസിനോ ഒരു സിന്തറ്റിക് ഫോർമുലേഷനോ അല്ല. ദിസ് ഇസ് ന്യൂട്രിയൻ ബ്ലെൻഡ്, ഒരു ഓൾ നാച്ചുറൽ ന്യൂട്രിയൻ ബ്ലെൻഡ്. അതായത് ഫിഷ് ഓയിൽ, ഒലിവ് ഓയിൽ, വിറ്റമിൻ D3, വിറ്റമിൻ ഇ, പോളിഫിനോൾസ് പോലെ നമുക്ക് ശരീരത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമായ ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ടുള്ള ചില എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ്. പ്രധാനമായിട്ടും എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആണ്. ഇത് നമുക്ക് ശരീരത്തിലേക്ക് ലഭിക്കുമ്പോൾ ഈ പറയുന്ന ഇൻഫ്ലമേഷനെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. omega-3 ഇൻഡെക്സിനെ നമുക്ക് ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. കാര്യം omega-3 ഇൻഡെക്സ് ഒക്കെ നമ്മളൊരു 8 മുതൽ 12% വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ ഉടനെ പെട്ടെന്ന് കുഴഞ്ഞു വീണൊക്കെ മരിക്കുന്ന ഒരു അടിസ്ഥാനം, ദീർഘകാലം ശരീരത്തില് ഈ omega-3 ഇൻഡെക്സ്
ഒരു 4% താഴേക്ക് ആണെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവസ്ഥകൾ ഉണ്ടാവാനുള്ള സാധ്യത 90%-ലധികമാണ് എന്നതാണ് പുതിയ ഫൈൻഡിങ്സ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഫണ്ടമെന്റലി നമ്മൾ ശരിയാക്കിയേ പറ്റൂ. ഇതൊരു നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ ഈ ഓയില് ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മൾ എങ്ങനെ അറിയാം? അതിനാണ് ഇതിന്റെ സർട്ടിഫിക്കേഷൻസ്. ഇത് ആരാണ് സർട്ടിഫൈ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ തേർഡ് പാർട്ടി എൻഡോഴ്സ്മെന്റ്സ് ആണ്. ഒരു പ്രൊഡക്റ്റ് നല്ലതാണോ ചീത്തയാണോ എന്നറിയാനായിട്ട് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പത്രത്തിൽ നമുക്ക് പരിശോധിക്കാവുന്ന ചില സർട്ടിഫിക്കേഷൻസ് ആണ് ഈ സ്ക്രീനിൽ. നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് ഒക്കെ ഒന്ന് എടുക്കുക, എന്നിട്ട് ഓരോ സർട്ടിഫിക്കേഷനും എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടൊന്ന് പഠിക്കുക. ഫ്രണ്ട് ഓഫ് ദ സീ എന്താണ്? ദ മറൈൻ സ്റ്റുവാർഡ്ഷിപ്പ് കൗൺസിൽ എന്താണ്? ഇൻഫോംഡ് ചോയ്സ് എന്താണ്? ഇൻഫോംഡ് സ്പോർട്ട് എന്താണ്? കൊളോണിലിസ്റ്റ് എന്താണ്? വീഗൻ സൊസൈറ്റി എന്താണ്? സോ GMP സർട്ടിഫിക്കേഷൻ എന്താണ്? സോ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കാം. കാര്യം ഇതെല്ലാം ലോകോത്തര ഗുണ നിലവാര സംവിധാനങ്ങളാണ്. അതായത് ഒരാള് ഉള്ളിലേക്ക് കഴിക്കുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ആ ഒരു കഴിക്കുന്ന ഫോർമുലേഷനകത്ത് നമുക്ക് അൺനാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള സബ്സ്റ്റൻസസും ഇല്ല എന്നതിന്റെ ഒരു സർട്ടിഫിക്കേഷനാണ്. ഓക്കെ, പ്രത്യേകിച്ച് ഒളിമ്പിക്സിൽ സ്പോർട്സ് പ്രൊഫഷണൽസ് അവരൊക്കെ നോക്കുന്നത് ഈ സർട്ടിഫിക്കേഷൻസ് ആണ്. എന്തായാലും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഈ ഒരു ഓയില് നിങ്ങൾ ഏത് ഏജ് ഗ്രൂപ്പിലും കൊടുക്കാം. എല്ലാ ഏജ് ഗ്രൂപ്പിലും ഇത് വേണം. ഒരു 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതൽ ചെറിയ കുട്ടികള്, ഗർഭിണികളായിട്ടുള്ള ആൾക്കാര്, പാല് കൊടുക്കുന്ന അമ്മമാര്, പ്രായമുള്ള ആൾക്കാർ, ഓഫീസിൽ പോകുന്ന എല്ലാ ഏജ് ഗ്രൂപ്പിലും നമുക്ക് ആവശ്യമുള്ള വളരെ ഫണ്ടമെന്റൽ റിക്വയർമെന്റ് ആണ് ഇത്. നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല വെൻ ഇറ്റ് കംസ് ടു യുവർ ബയോ ഫിസിയോളജിക്കൽ പ്രോസസ്സസ്. ഓക്കെ, ഇതെനിക്ക് ഇഷ്ടമല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാര്യം അങ്ങനെയാണ് നമ്മുടെ ബോഡി ഡിസൈൻ ചെയ്യപ്പെട്ടുള്ളത്. വേറെ നിവൃത്തിയൊന്നുമില്ല. നമുക്കൊരു ശരിയായ അളവിൽ ലഭിച്ചേ പറ്റും. ആ അളവിൽ ലഭിക്കുന്ന കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, ആ ഒരു ഭക്ഷണ രീതി നമുക്ക് ഇന്ന് അഫോർഡബിളും അല്ല. ഏകദേശം 18ഓളം ഹെൽത്ത് ക്ലെയിംസ് ആണ് ഈ ബാലൻസ് ഓയിൽ നമ്മൾ കഴിക്കുന്നതിലൂടെ ലഭിക്കുന്നത് എന്നതാണ് യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഇത് ബ്രെയിൻ ഫംഗ്ഷനെ നോർമലാക്കുന്നു, ഹാർട്ടിന്റെ ഫംഗ്ഷനെ നോർമലാക്കുന്നു, ഇമ്മ്യൂൺ ഫംഗ്ഷൻ, വിഷൻ, ടീത്ത്, ഇങ്ങനെ തുടങ്ങി ഏകദേശം ഒരു 18ഓളം ബ്ലഡ് കൊളസ്ട്രോള്, ബ്ലഡ് ട്രൈഗ്ലിസറൈഡ്സ്, ഇതെല്ലാം ഒരു യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ സർട്ടിഫിക്കേഷൻസ് ആണ്. അതിനേക്കാളൊക്കെ ഉപരി ഇത് ശരിയായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കൊരു 4 മാസം ഇത് ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ദാറ്റ് ഈസ് വാട്ട് ദിസ് ടെസ്റ്റ് ബേസ്ഡ് ഈസ് ഓൾ അബൌട്ട്. ആൻഡ് 95% ഓഫ് ദ പീപ്പിൾ, 95% ആളുകളും വെറും 4 മാസത്തിനുള്ളിൽ തന്നെ ഇത് ബാലൻസിലേക്ക് വരുന്നു എന്നതാണ്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഗട്ട് ഹെൽത്ത്. ഇപ്പൊ നമ്മൾ മറ്റൊരു പഴമൊഴി പറയാറുണ്ട്. ഇപ്പൊ നമ്മൾ കോശങ്ങളുടെ പ്രവർത്തനങ്ങൾ ശരിയാക്കി കഴിഞ്ഞാൽ, സെല്ലുലർ ഫങ്ഷൻസ് നമ്മൾ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ, മറ്റൊരു പ്രധാന ഭാഗമാണ് അല്ലെങ്കിൽ പാർട്ടാണ് ഗട്ട് ഹെൽത്ത്. ഇപ്പൊ നമ്മൾ പറയുന്ന പഴമൊഴി ഇതാണ്: കുടൽ നന്നായാൽ ഉടൽ നന്നായി. മോഡേൺ സയൻസും അത് എഗ്രി ചെയ്യുന്നുണ്ട്. അതായത് മോഡേൺ സയൻസ് പറയുന്നത് ഗട്ട് കൺട്രോൾസ് ഇമ്മ്യൂണിറ്റി, ഇൻഫ്ലമേഷൻ, ബ്രെയിൻ ഫങ്ഷൻ ആൻഡ് സഡൻ കൊളാപ്സ് റിസ്ക് എന്നതൊക്കെയാണ്. ഇന്ന് ഗട്ട് ഹെൽത്ത് പലപ്പോഴും ഇന്നൊരു ട്രെൻഡ് പോലെയാണ് ആൾക്കാർക്ക്. പക്ഷേ സയൻസിൽ അതൊരു ഫൗണ്ടേഷനാണ്. കാരണം ഗട്ട് ഇൻഫ്ലുവൻസസ് ഇമ്മ്യൂണിറ്റി, ഗട്ട് കൺട്രോൾസ് ഇൻഫ്ലമേഷൻ, ഗട്ട് അഫക്ട്സ് എനർജി, മൂഡ്, സ്ലീപ്പ്. ഇതൊക്കെ അഫക്ട് ചെയ്യുന്നത് ഗട്ട് ഹെൽത്ത് ആണ്. ഇപ്പൊ എന്താണ് ഗട്ട് ഹെൽത്ത്? സോറി, ഗട്ട് വെറും ഒരു ഡൈജസ്റ്റീവ് ട്യൂബ് അല്ല. ഇറ്റ്സ് എ ബയോളജിക്കൽ കൺട്രോൾ സിസ്റ്റം. ബാലൻസ്ഡ് ഗട്ട് ഈക്വൽസ് റെസിലിയൻസ് എന്നാണ് അർത്ഥം. എന്നാൽ ഇംബാലൻസ്ഡ് ഗട്ട് ആണെങ്കിൽ അത് ക്രോണിക് ലോ ഗ്രേഡ് പ്രോബ്ലംസ് ആണ്, പ്രശ്നങ്ങളാണ്. അതായത് എപ്പോഴും ക്ഷീണം, ഡൈജസ്റ്റീവ് ഡിസ്കംഫോർട്ട്, ഇമ്മ്യൂൺ ഇറഗുലാരിറ്റീസ്, ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ, മൂഡ് പ്രശ്നങ്ങൾ. കാര്യം ഇപ്പൊ ഈ സെറോട്ടോണിൻ പോലെയുള്ള ഹോർമോൺസ് ഒക്കെ 90% ഉൽപ്പാദിപ്പിക്കുന്നത് ഗട്ടിലാണെന്നാണ് പറയുന്നത്. ഇത് എങ്ങനെ നമുക്കറിയാം? ഗട്ടിന്റെ ഹെൽത്ത് എങ്ങനെ നമ്മൾ അറിയാം? അപ്പൊ റുട്ടീൻ ടെസ്റ്റ്, നമ്മൾ സാധാരണ ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒക്കെ നോർമൽ ആയിരിക്കും. പക്ഷെ ആൾക്കാർക്ക് ഒരു എനർജിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും ലക്ഷണങ്ങളൊന്നുമില്ലാതെ ബോഡി ഇതിങ്ങനെ ടോളറേറ്റ് ചെയ്യും. ലക്ഷണങ്ങൾ, സിംറ്റംസ് ഒക്കെ പ്രത്യക്ഷപ്പെടുന്നത് വളരെ വൈകിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഗസ്സിംഗ് ഈസ് ഡേഞ്ചറസ്. അതുകൊണ്ടാണ് ടെസ്റ്റിംഗ് പ്രധാനമാകുന്നത്. ഇപ്പൊ സാധാരണ ഗട്ട് ഹെൽത്ത് ഒക്കെ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് സ്റ്റൂൾ ടെസ്റ്റ് ആണ് നോക്കുക. ഓക്കെ, അതായത് സ്റ്റൂൾ ടെസ്റ്റ് ബാക്ടീരിയയുടെ ലിസ്റ്റ് ഒക്കെ കാണിക്കും. പക്ഷെ പ്രധാന ചോദ്യം ഇതാണ്:
എന്തൊക്കെ ബാക്ടീരിയ ഉണ്ട്, എത്ര ബാക്ടീരിയ ഉണ്ട് എന്നതല്ല, വാട്ട് ആർ ദേ ഡൂയിങ് ഇൻസൈഡ് എന്നതാണ് പ്രധാനം. അവരെന്താണ് ഗട്ടിനകത്ത് ചെയ്യുന്നത്? Zinzino Gut Health Test uses blood-based markers to understand gut function, not names. ഗട്ടിന്റെ ബാക്ടീരിയയുടെ പേര് കണ്ടെത്തുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. ഈ ഫിംഗർ ടിപ്പിൽ നിന്ന് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ബ്ലഡ് എടുത്ത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചില മാർക്കേഴ്സ്, ഈ ഗട്ട് ഫംഗ്ഷനെ കുറിച്ചുള്ള മാർക്കേഴ്സ് നമുക്ക് അറിയാൻ പറ്റും. ഇത് നമുക്ക് നമ്മുടെ ഇൻഫ്ലമേഷൻ ബാലൻസ് എന്താണ്, ഗട്ട് ബാരിയർ സിഗ്നൽസ്, അതുപോലെ ഇമ്മ്യൂൺ ആക്ടിവേഷൻ, മെറ്റബോളിക് റെഗുലേഷൻ പാത്വേസ്, അതുപോലെ തന്നെ ലിപ്പിഡ് റെഗുലേഷൻ, ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഇതൊരു ഡയഗ്നോസിസ് അല്ല, ഇതൊരു ആക്ഷണബിൾ ക്ലാരിറ്റിയാണ്. നമുക്കൊരു ക്ലാരിറ്റി കിട്ടും ഞാൻ എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ സയൻസ് ഇസ് വെരി ക്ലിയർ. അപ്പൊ ഹെൽത്തി ഗട്ട് ഫങ്ഷൻ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ ഗട്ടിലേക്ക് ലഭിക്കുന്ന ഫൈബറിനെ ബേസ് ചെയ്താണ്. റൈറ്റ് ഫൈബർ. ബിക്കോസ് ഇതിനകത്ത് നല്ല ബാക്ടീരിയ നീഡ് ഫൈബർ. അവർ ത്രൈവ് ചെയ്യണമെങ്കിൽ, ബാക്ടീരിയ ത്രൈവ് ചെയ്യണമെങ്കിൽ ദേ നീഡ് സംതിങ് കോൾഡ് ഫൈബർ. ഇതാണ് അത് ആ ബാക്ടീരിയ ആണ് ആന്റി ഇൻഫ്ലമേറ്ററി കോമ്പൗണ്ട്സിനെ അല്ലെങ്കിൽ മെറ്റബോളൈറ്റ്സിനെ ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ വിതൗട്ട് ഫൈബർ ബാക്ടീരിയ കനോട്ട് ഫങ്ഷൻ വെൽ. അപ്പൊ അവിടെയാണ് സിൻസിനോ നമുക്ക് ഓഫർ ചെയ്യുന്നത്, ബാലൻസ് ഓയിലിനോടൊപ്പം തന്നെ ഓഫർ ചെയ്യുന്ന ഒരു ഒരു പ്രീബയോട്ടിക് ഫൈബർ ബ്ലെൻഡ്, ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ഫൈബർ സപ്പോർട്ടാണ് ഇത്. നമ്മുടെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള നല്ല മൈക്രോബ്സിനെ അത് ഫീഡ് ചെയ്യും, നമ്മുടെ ഗട്ടിന്റെ എൻവയൺമെന്റ് അത് ഇംപ്രൂവ് ചെയ്യും, അത് ഗട്ട് ബാരിയറിനെ അത് സപ്പോർട്ട് ചെയ്യും, അതുപോലെ തന്നെ ഒരു കാം ആയിട്ടുള്ള ഒരു ഇമ്മ്യൂൺ മോഡുലേഷൻ നടക്കും. അപ്പോ ഇൻസ്റ്റെഡ് ഓഫ് ഫോഴ്സിങ് ചേഞ്ച്, ഇറ്റ് സപ്പോർട്ട്സ് നാച്ചുറൽ ബാലൻസ്. അതുകൊണ്ട് തന്നെയാണ് ഇത് അത് ടെസ്റ്റ് ചെയ്യുക, നമ്മൾ മെഷർ ചെയ്യുക, ദെൻ അതിനെ കറക്റ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കറക്റ്റ് ചെയ്യുക, ദെൻ വെരിഫൈ ചെയ്യുക. ഓക്കെ, നമുക്കത് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ആ ഗ്രാജുവൽ ആയിട്ടുള്ള ചേഞ്ച് നമുക്ക് സ്റ്റേബിൾ ആയി വരുന്നുണ്ടോ, സസ്റ്റൈനബിൾ ആണോ, ഇത് റിയൽ ആണോ, എല്ലാം തന്നെ നമുക്ക് അത് മെഷർ ചെയ്യാനും അത് വെരിഫൈ ചെയ്യാനും നമുക്ക് റീടെസ്റ്റ് ചെയ്യുന്നതിലൂടെ സാധിക്കും. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ദിസ് ടെസ്റ്റ് ബേസ്ഡ് പ്രോട്ടോകോൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിൻസിനോ ഹെൽത്ത് പ്രോട്ടോകോൾ, ദർ ആർ 3 പ്രോഡക്ട്സ്: ബാലൻസ് ഓയിൽ ആൻഡ് സിനോബയോട്ടിക് ആൻഡ് എക്സ്റ്റെൻഡ് പ്ലസ്. എക്സ്റ്റെൻഡ് പ്ലസ് ഇവിടെ അവൈലബിൾ ആവുന്നേ ഉള്ളൂ. ഈ 2 പ്രൊഡക്ട്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ബാലൻസ് ടെസ്റ്റ് റിസ്റ്റോർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഇതിന്റെ ഒരു പ്രാധാന്യം? ഞാൻ നേരത്തെ പറഞ്ഞു 150 വർഷം മുമ്പ് ആളുകൾ കഴിച്ചിരുന്ന ഭക്ഷണം നമുക്കിന്ന് അഫോർഡബിൾ അല്ല. അവർ കഴിച്ചിരുന്ന ഒരു ദിവസത്തെ ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും ഒരുപക്ഷെ നമ്മുടെ ഒരു മാസത്തെ ശമ്പളം മതിയാവില്ല. അവിടെയാണ് നമുക്ക് ഇതിന്റെ പ്രാധാന്യം. ആ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട സാധനങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ട്, യാതൊരുവിധ കലർപ്പും ഇല്ലാതെ, അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രിസർവേറ്റീവ്സോ മറ്റ് മിക്സിങ്സോ ഒന്നുമില്ലാതെ വളരെ നാച്ചുറലായി നമുക്ക് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ. ഇപ്പൊ നിങ്ങൾ ഒരു പക്ഷേ ഇതിന്റെ വില 8,000 രൂപ മാസം, അതായത് ഒരു ഓയിലും ഒരു സിനോബയോട്ടിക്കും കൂടി ഒരാൾക്ക് വേണ്ടി വരുന്ന ചെലവ് ഏകദേശം 8,000 രൂപയാണ്. ഇത് 8,000 രൂപ വലിയ വിലയായിട്ടൊക്കെ തോന്നും. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മള് 150 വർഷം മുമ്പ് കഴിച്ചിരുന്ന ആൾക്കാരുടെ ഭക്ഷണ രീതി, ആ ഒരു രീതി നമുക്ക് ഒരു ദിവസം കഴിക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് 8,000 രൂപ ഇന്നത്തെ കാലഘട്ടത്തിൽ മതിയാവില്ല. ഓക്കെ, അത്രമാത്രം നമ്മുടെ പ്രശ്നം ടോക്സിക് ആണ് നമ്മുടെ എൻവയൺമെന്റ്, ഭക്ഷണ രീതികളെല്ലാം തന്നെ. സോ അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും എളുപ്പമായ ഒരു സൊല്യൂഷൻ നമുക്ക് ഇവിടെ മുമ്പിലുണ്ട്. സെൻസിനോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ എന്തായാലും ഒരുപാട് പ്രൊഡക്ട്സും കാര്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ ഞാൻ പ്രൊഡക്ട്സ് ഒരു ഇൻട്രൊഡക്ഷൻ നൽകുക എന്നത് മാത്രമാണ്. തിയറി ഒക്കെ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് കുറച്ച് റിയൽ ഹ്യൂമൻ എക്സ്പീരിയൻസസിലേക്ക് കടക്കാം. ഈ ഒരുപാട് എക്സ്പീരിയൻസസ് സിൻസിനൊക്കെ അകത്തുണ്ട്. ഇന്ന് ലോകത്തിൽ നമ്മൾ യൂറോപ്പിലും മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒട്ടുമിക്ക സെലിബ്രിറ്റീസും, എസ്പെഷ്യലി സ്പോർട്സിലൊക്കെയുള്ള ആൾക്കാർ, 100-ലധികം ഒളിമ്പിക് മെഡൽ വിന്നേഴ്സ്, ഇവരൊക്കെ തന്നെ സിൻസിനോന്റെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആണ്. ഇവരൊന്നും ഒരു പൈസ വാങ്ങി പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരല്ല. ഇവരെല്ലാം ബ്രാൻഡ് അംബാസഡേഴ്സ് ആവുന്നത് ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നു എന്നതിലാണ്. അവർക്ക് ഇതൊരു കോംപ്ലിമെന്ററി പ്രോഡക്ട്സ് ആയിട്ട് ലഭിക്കുന്നു എന്നതിനാലാണ്. അപ്പൊ അത്തരത്തില് നമുക്ക് ഇനി സെലിബ്രിറ്റീസിലേക്ക് നമുക്ക് പിന്നീട് വരാം. നമുക്ക് കുറച്ച് റിയൽ ലൈഫ് എക്സ്പീരിയൻസിലേക്ക് കേൾക്കാം. ഓക്കെ, എന്താണ് ഈ ഗസ് ബേസ്ഡിൽ നിന്ന് ടെസ്റ്റ് ബേസ്ഡ് ന്യൂട്രീഷൻ എന്താണ്, എങ്ങനെയാണ് ഇത് നമുക്ക് ഗുണകരമാവുന്നത്, ഇത് എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് ഇത് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. അപ്പോ ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ വിളിക്കാൻ പോകുന്നത് ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറെ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാരൊന്നുമല്ല. അതായത് നമ്മുടെ സ്വന്തം ശരീരം
അത് ഒരു ശരിയായ റോ മെറ്റീരിയൽസ് ശരീരത്തിലേക്ക് ലഭിച്ചപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ശരീരം പ്രതികരിച്ചിട്ടുള്ളത് എന്ന കഥയാണ്, അല്ലെങ്കിൽ ആ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് ആദ്യം ഞാൻ ആ, ആ ഒരു സ്വന്തം സ്റ്റോറി ഷെയർ ചെയ്യുന്നതിനായിട്ട് ഞാൻ നമ്മളുടെ ആ, ബഹുമാന്യനായ ഇസ്മായിൽ സാറിനെ വിളിക്കുകയാണ്. ഇസ്മായിൽ സാർ, please come forward and share your story. We are so honored and blessed to have you with us today. Over to you, sir. ഗുഡ് ഈവനിങ്. Good evening. Good evening. ഞാൻ മുഹമ്മദ് ഇസ്മായിൽ, സൗദി അറേബ്യയിലാണ് 38 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോ എറണാകുളത്തുണ്ട്. ഒരു ഷോർട്ട് വെക്കേഷൻ ഇവിടെ വന്നതാണ്. ഞാൻ എൻ്റെ ഹെൽത്തിനെ പറ്റി വളരെ കെയർഫുൾ ആയിട്ടുള്ള, ചെറുപ്പം മുതലേ ഫുഡിന്റെ കാര്യത്തിലൊക്കെ വളരെ കൺട്രോൾ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് ഞാൻ പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു കൺട്രോൾ വിട്ടുപോയ പോലെ ഒരു അവസ്ഥ തോന്നി. തൊട്ടടുത്തുള്ള ഒരു മരത്തേൽ പിടിച്ചത് കൊണ്ട് ഞാൻ താഴെ വീണില്ല. അപ്പൊ ഞാൻ അത് മനസ്സിലാക്കി. അതിൽ നിന്ന് എന്റെ ബോഡി എന്നോട് പറയുന്നുണ്ട്, എടാ നിനക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ശ്രദ്ധിക്കണമെന്ന്. അങ്ങനെ ഞാൻ ഇതിനു മുമ്പ് ഞാൻ ദുബായിലുള്ള സമയത്ത് അവിടെ എല്ലാ ദിവസവും ജിമ്മിലൊക്കെ പോകുമായിരുന്നു. പിന്നെ ഫുഡ് വളരെ കൺട്രോളാണ്. നമ്മൾ ആവശ്യത്തിനുള്ള ജീവിച്ചു പോകാനുള്ള മാത്രമേ ഫുഡ് കഴിക്കാറുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ ഇപ്പൊ ദൈവാനുഗ്രഹം കൊണ്ട് 73 വയസ്സിലേക്ക് കടന്നു. ഭംഗിയായിട്ട് ഒരു മരുന്നും ഇല്ലാതെ ആകെ സിൻസിനോ ബാലൻസ് ഓയിലും മൾട്ടി വൈറ്റമിനും മാത്രമേ ഉള്ളൂ ഇപ്പോ ഒരു സപ്ലിമെന്റ് ആയിട്ട് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ എനിക്ക് പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ പെട്ടെന്നൊരു എന്തോ എന്റെ കൺട്രോൾ വിട്ടുപോയ പോലെ എനിക്ക് തോന്നി. ഞാനപ്പോ എന്റെ മൊബൈൽ കയ്യിലുണ്ടായിരുന്നു. മൊബൈൽ വീഴാൻ പോയപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് പിടിച്ചു, അടുത്തുള്ള മരത്തേൽ പിടിച്ചപ്പോ എനിക്ക് വീഴാനുള്ള ചാൻസ് ഒഴിവാക്കി. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് കൂടുതൽ ആലോചിച്ചത്. എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ എന്റെ കണ്ടീഷൻ മോശമാകും. അങ്ങനെ ഞാൻ ഒരു മറ്റേ ന്യൂട്രീഷൻ പ്രോഗ്രാമിൽ ചേർന്നു. അപ്പോ നോക്കുമ്പോൾ അന്നൊരു 6-7 കിലോ വ്യത്യാസമുണ്ട്. എന്റെ ബോഡി ഐഡിയൽ പാരാമീറ്റേഴ്സ് ആയിട്ട് ഒരു 6-7 കിലോ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ അതിനാൽ ജോയിൻ ചെയ്തു. നമ്മൾ എക്സർസൈസും ഫുഡ് കൺട്രോളും മറ്റേ ഒരു ന്യൂട്രീഷൻ ഫുഡ് സപ്ലിമെന്റും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് വ്യത്യാസം വരുത്തി. പക്ഷെ അതിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ഫുഡ്, നമ്മൾ കഴിക്കുന്ന നോർമൽ ഫുഡ് മൊത്തത്തിൽ ഒഴിവാക്കി പകരം ഈ ന്യൂട്രീഷൻ ഡ്രിങ്ക്സ് ആണ് കുടിക്കേണ്ടത്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി. അതിനിടയ്ക്കാണ് എന്റെ കഴിഞ്ഞ ഒരു 5-8 മാസത്തിന് മുമ്പ് ഞാൻ ആലുവയിൽ വന്നപ്പോ ഡോക്ടർ അനുവിനെ കണ്ടിരുന്നു. അപ്പൊ അനു പറഞ്ഞു ഇങ്ങനെ ഒരു പുതിയ സാധനം വന്നിട്ടുണ്ട്, ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പൊ ഒമേഗ 3 എന്ന് പറയുമ്പോൾ എനിക്കറിയാം, ഞാൻ 20 വർഷമായിട്ട് ഒമേഗ 3 കഴിക്കുന്ന ആളാണ്. ഒമേഗ 3 ക്യാപ്സ്യൂള്. പക്ഷെ അതിൽ പൊട്ടൻസി വളരെ കുറവാണ്. നമ്മളൊരു 750 മില്ലിഗ്രാമുകളൊക്കെ ഉള്ളൂ ഒമേഗ 3 ഉണ്ടാകുക. പിന്നെ നമ്മുടെ ഇപ്പൊ നമ്മൾ സിൻസിനോട് ബാലൻസ് ഓയിൽ കഴിക്കുന്നതിൽ നമുക്ക് പോളിഫിനോളും അങ്ങനെയുള്ള ഒരുപാട് കണ്ടൻസ് അതിനകത്തുണ്ട്. വൈറ്റമിൻ D3 ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, DHA, EPA, അങ്ങനെ നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള മുഴുവൻ ആവശ്യമായ ഘടകങ്ങൾ നമുക്ക് അതിന് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ കംപ്ലീറ്റ് ഡാറ്റ ഷീറ്റും ഒക്കെ കളക്ട് ചെയ്തു. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് ഓരോന്നിനും ഇവാലുവേറ്റ് ചെയ്തു. അപ്പൊ നോക്കുമ്പോൾ ഇത് ടെസ്റ്റ് ബേസ്ഡ് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയതുകൊണ്ട് ബ്ലൈൻഡ്ലി ഞാൻ അതിനകത്ത് ജോയിൻ ചെയ്തു. ഇപ്പൊ 5 മാസത്തോളമായി ഞാൻ അതിനകത്ത് ജോയിൻ ചെയ്തിട്ട്. ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ എനിക്ക് 3.8:1 കിട്ടി. രണ്ടാമത്തെ ടെസ്റ്റ് ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ചെയ്തു. അതിന്റെ റിസൾട്ട് വന്നതിൽ 3.3 ആയിട്ട് കുറഞ്ഞു. അപ്പൊ 3ലേക്ക് വന്നിട്ടില്ല. അപ്പൊ ഈ കഴിഞ്ഞൊരു 5-6 മാസമായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് സൗദിയിൽ. വൈഫ് ഇവിടെ മോളുടെ ഡെലിവറി ആയിട്ട് നാട്ടിലേക്ക് പോകുന്നത് കൊണ്ട് ഫുഡൊക്കെ നമ്മൾ കിട്ടുന്ന ഏതെങ്കിലും ഹോട്ടലിൽ നിന്നുള്ള ഫുഡ് കഴിച്ചത് കൊണ്ടായിരിക്കാം എന്റെ 3:1 അല്ലെങ്കിൽ താഴെ വരാതിരുന്നത്. അപ്പോ ഞാൻ അന്ന് ചേരുമ്പോൾ ഉള്ള എനിക്കുള്ള വ്യത്യാസം, ഞാൻ 2.26% ബോഡി ഫാറ്റ് ഉണ്ടായിരുന്ന ആളാണ്. അത് എത്ര ശ്രമിച്ചിട്ടും 26 താഴേട്ട് വന്നില്ലായിരുന്നു. പക്ഷെ ഈ ഒമേഗ 3 കഴിച്ചു ഒരു മാസം കൊണ്ട് എനിക്കത് 19 പോയിന്റ് സംതിങ്ങിലേക്ക് എത്തി. അപ്പോൾ ബോഡി ഫാറ്റ് കുറഞ്ഞ ഏറ്റവും നല്ലൊരു റിസൾട്ട് ആയിട്ട് വന്നു. പിന്നെ സ്കിന്നൊക്കെ നല്ല ടോൺ വന്നു. സ്കിന്നൊക്കെ നല്ല കളർ വന്നു, ബ്രൈറ്റ്നസ് വന്നു. പിന്നെ ബാക്കി സ്കിന്നിന്റെ മറ്റേ ഈ കാലിലേക്കുള്ള രക്തോട്ടമൊക്കെ നന്നായിട്ട് കൂടിയതുകൊണ്ട് കാലിന്റെ പാദത്തിലും ഒക്കെ ഉണ്ടായിരുന്ന ചെറിയൊരു നമുക്ക് സെൻസേഷന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതൊക്കെ കുറെ അധികം വ്യത്യാസം വന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഓവറോൾ
റിസൾട്ട് കിട്ടി. അപ്പൊ എന്റെ റിസൾട്ട് കണ്ടിട്ട് എന്റെ പല സുഹൃത്തുക്കളും, ഞാൻ സൗദിയിൽ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പേരായിട്ട് സൗദി നാഷണാലിറ്റി ഒരുപാട് പേർക്ക് കൂടുതൽ കോണ്ടാക്ട് ഉള്ളതാണ്. അപ്പൊ അത് അവരെ ചോദിച്ചു, നീ ആള് നല്ല ആക്റ്റീവ് ആണല്ലോ, എന്താണ് എപ്പോഴും. ഇപ്പോ ഞാനിപ്പോ സൗദിയിൽ നിന്ന് ദുബായിലേക്കോ, ദുബായിൽ നിന്ന് സൗദിയിലേക്കോ വണ്ടി ഒറ്റക്ക് ഓടിച്ചും ഫാമിലി ആയിട്ട് ഓടിച്ചൊക്കെ പോരുന്നതാണ്. ഒരു 900 കിലോമീറ്റർ ഒരു 10-11 മണിക്കൂർ കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചു പോരുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ വരുമ്പോഴും ശരീരത്തിന് ക്ഷീണമോ ഒരു ബുദ്ധിമുട്ടോ തോന്നാറില്ല. പ്രത്യേകിച്ച് ഈ 73 വയസ്സിലൊക്കെ പുതിയ അത്രയും ദൂരം വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പലരും കേൾക്കുമ്പോൾ അത്ഭുതപ്പെടും. പക്ഷേ അൽഹംദുലില്ലാ ദൈവാനുഗ്രഹം കൊണ്ട് അത് സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ സിൻസിനോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഒരു എക്സലന്റ് മാജിക് പ്രൊഡക്റ്റ് ആയിട്ട് പലരും എന്നോട് പറഞ്ഞു. ഇപ്പോ ഇതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണം, ഞാൻ എന്റെ കമ്പനിയുടെ ഓണർ സൗദി നാഷണൽ ആണ്, മുഹമ്മദ് മർസൂഖ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, നീ ഒന്ന് ട്രൈ ചെയ്യണം. അതിനു മുമ്പേ ഞാൻ ദുബായിൽ നിന്ന് വരുമ്പോൾ ഒമേഗ 3 സപ്ലിമെന്റ് മേടിച്ചുകൊണ്ട് വന്ന് കൊടുക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു പല പ്രാവശ്യം പറഞ്ഞു, പുള്ളി വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞു. അവസാനം പുള്ളിക്ക് പൈൽസിന്റെ ബുദ്ധിമുട്ടൊക്കെ വന്ന ഒരു സർജറി ഒക്കെ വന്നു കഴിഞ്ഞപ്പോ പുള്ളി അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഓക്കെ നീ അത് ട്രൈ ചെയ്യാം, ഞാൻ സാധനം താ, ഞാൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുള്ളിക്കും വൈഫിനും ഈ പ്രൊഡക്റ്റ് കൊടുത്തു. അങ്ങനെ 2 മാസം കഴിച്ചു കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞു, പുള്ളിയുടെ വൈഫിന് കഴിഞ്ഞ 8 വർഷമായിട്ട് ഹൈ കൊളസ്ട്രോൾ ആയിരുന്നു. കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും വളരെ കൂടുതലായിരുന്നു. ഈ 2 മാസം കഴിഞ്ഞ് അവർ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അവർക്ക് എല്ലാം നോർമലായി. അത് ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും എല്ലാം നോർമലായി. അപ്പൊ തന്നെ പുള്ളി എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്ത് മാജിക്കാണ് കാണിച്ചത്, എന്റെ വൈഫിന് 8 കൊല്ലമായിട്ട് മാറാതിരുന്ന കൊളസ്ട്രോൾ പെട്ടെന്ന് നോർമലായി. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞാനൊരു മാജിക് കാണിച്ചതല്ല, ഒരു പ്രൊഡക്റ്റ് സയന്റിഫിക്കലി പ്രൂവൺ ടെസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തന്നു, നിങ്ങളത് കൃത്യമായിട്ട് യൂസ് ചെയ്തു. എന്നിട്ട് അന്ന് തന്നെ പുള്ളിയോട് പറഞ്ഞു, നീ എന്റെ അടുത്ത് നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇതിനകത്തൊരു പ്രീമിയം പ്രൊഡക്റ്റ് ഉണ്ട്, അത് 4 ടൈംസ് പോളിഫിനോൾ ഉള്ളതാണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എനിക്കും എന്റെ വൈഫിനും ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രീമിയം പ്രൊഡക്റ്റ് തന്നെ തരണം. കൂട്ടത്തില് ആ, 2 പെൺകുട്ടികളും ഒരു മോനും, അത് 20 വയസ്സിന് മേലുള്ള 16, 20, 23 ഈ റേഞ്ചിലുള്ള അവർക്കൊക്കെ ബോഡി ഫാറ്റ് വളരെ കൂടുതലാണ്. അപ്പൊ അവർക്ക് നിർബന്ധമായിട്ടും ഇത് ചെയ്യാൻ പറഞ്ഞ് ടെസ്റ്റ് കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും 5 മെമ്പേഴ്സിനും പ്രീമിയം ഓയിലും അതിന്റെ ടെസ്റ്റും ചെയ്തു. പക്ഷെ എല്ലാവരും ടെസ്റ്റ് റിസൾട്ട് 60:1 അങ്ങനെയുള്ളതൊക്കെയാണ് ഇതിന്റെ റേറ്റ് കിട്ടിയത്. അപ്പൊ പുള്ളി വെയിറ്റ് ചെയ്യണം, ഈ ഓണർ വെയിറ്റ് ചെയ്യണം, ഒരു മാസം കൂടി കഴിഞ്ഞാൽ പുള്ളിയുടെ 120 ഡേയ്സിലെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ പുള്ളിക്കും ഹാർട്ട് പരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഈ കാര്യം ഞാൻ നമ്മുടെ രാജു വൈദ്യരായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഇത് വളരെ സിമ്പിൾ ആണ്, അത് നിസ്സാരമായിട്ട് മാറ്റിയെടുക്കാം. ഒമേഗ 3 ഓയിലും പിന്നെ പുള്ളി കൊടുക്കുന്ന 1-2 നാച്ചുറൽ ആയിട്ടുള്ള വൈറ്റമിൻസും കൂടി യൂസ് ചെയ്താൽ, ഒരു കോമ്പിനേഷൻ ഇതിൽ ട്രീറ്റ് ചെയ്താൽ ഈ വാൽവിന്റെ പ്രോബ്ലം മാറ്റി. പുള്ളിയുടെ ഒരു വാൽവ് അടയുന്നില്ല. അപ്പൊ അതുകൊണ്ട് നല്ല ബ്ലഡും ഈ ശുദ്ധീകരിക്കാത്ത ബ്ലഡും തമ്മിൽ മിക്സ് ആവുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് വളരെ സൂപ്പറാണ്. അതിൽ ഞാനും എന്റെ വൈഫും ഇപ്പൊ അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അത്രമാത്രം റിസൾട്ടുകൾ കിട്ടും. വൈഫിനും നല്ല നിലയിൽ വ്യത്യാസങ്ങൾ വന്നു. ഷുഗർ 160 അതിന്റെ മുകളിൽ ഉണ്ടായിരുന്നു, ഇപ്പോ 100ന്റെ അടുത്ത് വന്നിട്ടുണ്ട്, 100ന്റെ താഴെ. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്. പിന്നെ എനിക്കിപ്പോ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോ എന്റെ ഒരു കസിന്റെ വൈഫിനായിട്ട് ഞാൻ ഇതിന് സംസാരിച്ചു. പുള്ളിക്കാരത്തി ഒരു വലിയ സൂപ്പർ റിസൾട്ട് കിട്ടിയ ഒരാളുണ്ട്. ഒരു പക്ഷേ നമ്മള് ഒരു ദൈവം തന്ന് ഒരു രണ്ടാം ജന്മം എന്ന് കരുതാവുന്ന ഒരു ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. എന്റെ കസിന്റെ വൈഫ് സൽമ. അപ്പൊ പുള്ളിക്കാരത്തിയെ ഷായ് സാർ എന്നെ ഇൻവൈറ്റ് ചെയ്യുക, എന്നിട്ട് അവരൊരു റിസൾട്ട് കേൾക്കുക. നമ്മളെല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുന്ന, കോരിത്തരിച്ചു പോകുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു റിസൾട്ട് ആയിരിക്കും പറയാൻ പോകുന്നത്. അതിന് മെയിൻ കാരണം ഡോക്ടർ അനു സജുവാണ്. അവരാണ് ഈ പ്രൊഡക്റ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതും അവർക്കത് ആദ്യമേ കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് ഒരു ബോട്ടിൽ കൊടുത്തു. അങ്ങനെയൊക്കെ ഫ്രീ എന്ന് പറഞ്ഞാൽ ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട്, അല്ലാതെ വെറുതെ കൊടുത്തു എന്നല്ല പറയുന്നത്. ട്രൈ ചെയ്യുക, എന്നിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ കാശ് തന്നാൽ മതി എന്നുള്ള മട്ടിലാണ് സംസാരിച്ചത്. അപ്പോ എന്റെ ഇത്രയും പറഞ്ഞ് ഞാൻ ഒരുപാട് കൂടുതൽ സംസാരിക്കുന്നില്ല, ഇത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. അതിനുവേണ്ടി അടുത്തത് ഷായ് സാറിലേക്ക് വീണ്ടും ഞാൻ ഹാൻഡ് ഓവർ ചെയ്യും. താങ്ക് യു. താങ്ക് യു ഇസ്മായിൽ സർ, താങ്ക് യു ഫോർ ഷെയറിങ് യുവർ സ്റ്റോറി. വളരെ ഇൻസ്പയറിംഗ് ആണ് അങ്ങയുടെ ആരോഗ്യത്തിലുള്ള ശ്രദ്ധ, അല്ലെങ്കിൽ ആ ഒരു പ്രൊആക്റ്റീവ് അപ്രോച്ച്. ഇതെല്ലാവരും മാതൃകയാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇന്ന് 10, 70, 72 വയസ്സിലും ഊർജ്ജസ്വലനായിട്ട് ആരോഗ്യത്തിന്റെ ഒരു പൂർണ്ണ നിയന്ത്രണം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക, ഇതെല്ലാവരും മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ദൈവം അങ്ങേ എല്ലാവിധ ആരോഗ്യവും ആ, ദീർഘായുസ്സും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്തൊരു സ്റ്റോറി, നേരത്തെ നമ്മുടെ ഇസ്മായിൽ സാറ് പറഞ്ഞ പോലെ
ഞാൻ ആ മേഡത്തിനെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല. ആ, ഞാൻ വളരെ അടുത്താണ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്നോട് ഇസ്മായിൽ സാർ ഷെയർ ചെയ്യുന്നത്. എന്തായാലും ഞാനും വളരെയധികം ആകാംക്ഷയോടുകൂടി അവരുടെ ഒരു എക്സ്പീരിയൻസ്, എങ്ങനെയാണ് ഈ ബാലൻസ് ഓയിൽ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയത്, എന്ത് ഗുണങ്ങളാണ്, എങ്ങനെയാണ് ലഭിച്ചത് എന്നറിയാൻ വളരെയധികം താല്പര്യപ്പെടുന്നു, വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. സൽമ മേഡം, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് അസ് ടുഡേ. ദയവായി മാഡത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ്, സ്റ്റോറി ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് എല്ലാവർക്കും വളരെയധികം ഗുണകരമായിരിക്കും. പ്ലീസ് കം ഫോർവേഡ്. ഓവർ ടു യു. Okay, thank you, sir. യെസ് മാം. Good evening, all. Good evening. Okay. എൻ്റെ പേര് സെൽമ അബ്ദുൽ കരീം. ഞാൻ താമസിക്കുന്നത് ആലുവയിലാണ്. ഇപ്പൊ ഇസ്മായിൽ സാറൊക്കെ ഞങ്ങളുടെ കസിനാണ്. എനിക്ക് ഒരു 7 മാസം മുമ്പ് ന്യൂമോണിയ വന്നിരുന്നു. ന്യൂമോണിയ വന്നിട്ട് ഭയങ്കര ഹൈ ആയിപ്പോയി. അതിനകത്ത് നമ്മുടെ CRP ഭയങ്കര ഹൈ ആയി. അപ്പോ പെട്ടെന്ന് തന്നെ എൻ്റെ അമൃതയിൽ എനിക്ക് ട്രീറ്റ്മെന്റ്, അമൃതയിൽ എനിക്കൊരു 15 വർഷം മുമ്പ്, 15 വർഷത്തോളായി CA വന്നിട്ട് അവിടെ കീമോയും ഇതൊക്കെ ചെയ്ത് അങ്ങനെ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് പോകുമായിരുന്നു. ഞാനൊരു ബോട്ടിക് നടത്തിയിരുന്നു, 10-18 വർഷം ബോട്ടിക് നടത്തി. വളരെ ഇതായിട്ട് പോയിരുന്നു. കൊറോണ വന്നതിന് ശേഷം ഞാൻ ഷോപ്പ് അടച്ചു. അതിനുശേഷമാണ്, എന്നിട്ട് അപ്പോഴും ബിസിനസ് ഉണ്ടായിരുന്നു. പിന്നെ മക്കളുടെ കല്യാണമായി, കൊറോണ വന്നു, അങ്ങനെ കൂടെ ഞാൻ ഷോപ്പ് അടച്ചിരുന്നു. അതിനുശേഷം ഇപ്പൊ പെട്ടെന്ന് ഈ 6-7 മാസം മുമ്പ് പെട്ടെന്ന് എനിക്ക് ന്യൂമോണിയ വന്നു കഴിഞ്ഞപ്പോ പെട്ടെന്ന് അങ്ങ് സീരിയസ് ആയി. അല്ലാതെ നമ്മൾ ട്രീറ്റ്മെന്റ് വൈകിയതല്ല, അതായത് എന്റെ ബോഡിയുടെ കപ്പാസിറ്റി, ഇമ്മ്യൂണൽ പവർ കുറഞ്ഞതുകൊണ്ടാകാം അങ്ങനെ വന്നത്. അങ്ങനെ വേഗം അമൃതയിൽ ചെന്ന് ഡോക്ടറെല്ലാം നോക്കിയിട്ട് പറഞ്ഞു CRP ഭയങ്കര ഹൈ ആണ്, അതൊരിക്കലും നോർമലിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ബൈപ്പാപ്പ് ഓക്സിജനിലൊക്കെ ആയിരുന്നു, ബൈപ്പാപ്പ് വെച്ചിട്ട് ഓക്സിജനിലൊക്കെ ആയിരുന്നു. അങ്ങനെ 2 ആഴ്ച അവിടെ അഡ്മിറ്റ് ചെയ്തു. അപ്പൊ ഡോക്ടർ ചെന്നപ്പോ തന്നെ പറഞ്ഞു മക്കളെ വിളിച്ചോ. മക്കൾ 2 പേരും വിദേശത്താണ്, ഇവിടെ ഇല്ല, ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ ഇവിടെ. മക്കളെ അറിയിച്ചോളൂ, മക്കളെ വിളിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ തന്നെ മക്കളെ വിളിച്ചു, മക്കള് വന്നു. എല്ലാവരും വളരെ ആങ്സൈറ്റിയോടുകൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ 2 ആഴ്ചത്തോട് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടും ഡോക്ടർ പറഞ്ഞു നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഇനി വീട്ടിൽ പോയിട്ട് നിങ്ങൾ ബൈപ്പാപ്പ് ഞാൻ അത് മിനി വെന്റിലേറ്റർ ആണ്, ബൈപ്പാപ്പ് മിനി വെന്റിലേറ്റർ, അതാണ് ഹോസ്പിറ്റലിൽ ഞാൻ ഉപയോഗിച്ചിരുന്നത്. അത് വീട്ടിലേക്കും അതോടുകൂടി തന്നെ ഓക്സിജൻ വിത്ത് ബൈപ്പാപ്പോട് കൂടി തന്നെ വീട്ടിലേക്കും 2 മാസം റെസ്റ്റ്. അപ്പോഴും എനിക്ക് വയ്യ, ഞാൻ ബെഡ്രിഡനാണ്. വീട്ടിൽ പാചകത്തിനൊക്കെ ആള് വെച്ചു, എൻ്റെ എല്ലാത്തിനും ഹെൽപ്പ് വേണം. അപ്പൊ മക്കള് എന്നെ, എല്ലാ മക്കളും, എനിക്ക് 2 ആൺപിള്ളേരാണ്, എനിക്ക് 2 ആൺപിള്ളേരാണ് ഉള്ളത്. 2 പേരും മാരീഡ് ആണ്, ഫാമിലി ആയിട്ട് അവർ വിദേശത്ത് താമസിക്കുകയാണ്. അങ്ങനെ മക്കളുടെ ആണ് എല്ലാം എനിക്ക് ചെയ്തു തന്നത്. അപ്പോഴും എനിക്ക് ഒരടി സൗണ്ട് പോയി, സംസാരിക്കാൻ പറ്റില്ല, പിന്നെ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല, എങ്ങനെയൊക്കെയായിരുന്നു. ഭയങ്കര കിതപ്പ്, സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ഫോണൊക്കെ ഓഫാണ്, ഫോണൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. ഡോക്ടർ സംസാരിക്കരുത്, വിസിറ്റേഴ്സ് അലൗഡ് അല്ല, ആരും അനുവദിച്ചിരുന്നില്ല വിസിറ്റേഴ്സിന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് ഡോക്ടർ അനു, എനിക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു, അപ്പൊ എൻ്റെ കസ്റ്റമർ ആയിരുന്നു ഡോക്ടർ അനു. അങ്ങനെ ഞങ്ങൾ നല്ല ബന്ധമായിരുന്നു. അപ്പൊ എന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ആന്റി ഞാനൊന്ന് വരട്ടെ, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ അലൗഡ് അല്ല, ആരും കടത്തുന്നില്ല, ഡോക്ടർ അത്ര സീരിയസ് ആയിട്ടാ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചില്ല. പിന്നെ കുറച്ച് എപ്പോഴും ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ ബെഡിലാണ്, ക്ഷീണം, തളർച്ച, ബോഡി മുഴുവൻ പെയിൻ, ബുദ്ധിമുട്ടൊക്കെ ആയിട്ട്. ഡോക്ടറാണെങ്കിലും ഇനിയൊരു നോർമൽ ലൈഫ് ഇല്ല എന്ന് ഡോക്ടർ കംപ്ലീറ്റ് പറഞ്ഞു. പിന്നെ സൂക്ഷിക്കണം, വീടിന്റെ പുറത്തേക്ക് പോകരുത്, മിങ്കിൾ ചെയ്യരുത്, എന്തെങ്കിലും ഹോസ്പിറ്റലിൽ വരുമ്പോൾ തന്നെ മാസ്ക് വയ്ക്കണം. ഹോസ്പിറ്റലിലൊക്കെ ഓക്സിജനോട് കൂടിയൊക്കെയാണ് പോയതൊക്കെ. അങ്ങനെ എല്ലാം പറഞ്ഞിരിക്കുന്നതാണ്. പിന്നെ ഒരു പ്രിഫിനിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗുളിക, അത് സ്റ്റീറോയിഡ് ആണ്, അത് ജീവിതകാലം മുഴുവൻ കഴിക്കണം. അത് 2 നേരം കഴിക്കണം. ഒരു മാസം ആകുമ്പോഴേക്കും 5000 സംതിങ് ഇഷ്ടം വരും ആ ഗുളിക. അത് ജീവിതകാലം മുഴുവൻ കഴിക്കണം എന്നൊക്കെ പറഞ്ഞു വിട്ടുകയാണ്. അങ്ങനെ ഈ അനു വന്നിട്ട് എൻ്റെ അടുത്ത് കണ്ടപ്പോ അനുവിന്റെ അടുത്ത് ഞാൻ ബെഡിൽ നിന്ന് എണീറ്റ് വളരെ ബുദ്ധിമുട്ടിയാണ്
അനുവിനെയും സജുവും കൂടി എൻ്റെ വീട്ടിൽ കാണാൻ വന്നു. എന്നിട്ട് എനിക്ക് വെച്ചിട്ട് പോയിട്ട് പറഞ്ഞു ഫ്രീ ആയിട്ട് തന്നെ വെച്ചിട്ട് പറഞ്ഞു, ആൻറ്റി പൈസ ഒന്നും വേണ്ട, ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, ഇത് അത്ര നല്ല സാധനമാണ്, കഴിക്കൂ. ആ സ്നേഹമാണ് കേട്ടോ അതിന്റെ പുറകിൽ, അവരെ ആത്മാർത്ഥമായ സ്നേഹം. അല്ലെങ്കിൽ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള, അന്ന് എനിക്കറിയില്ല ഇത്രയും കോസ്റ്റ്ലി ഉണ്ടെന്ന്, ആയിട്ടുള്ള സാധനം വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത്. എന്നിട്ട് ടെസ്റ്റ് എടുത്ത് അയച്ചു. ഇത് കഴിക്കൂ എന്ന് പറഞ്ഞ് വെച്ചിട്ട് പോയി. അപ്പൊ ഞാൻ ഉടനെ അപ്പോഴേക്കും മക്കള് പിന്നെ പോയി. അവർക്ക് ജോലിയിട്ട് പെട്ടെന്ന് വന്നതാണ്, അവർ ജോലി പോകാതിരിക്കാൻ പറ്റില്ല. ഒരാള് അന്ന് ഖത്തറിലും ഒരാള് UK-യിലുമാണ്. അപ്പൊ ഞാൻ വേഗം മക്കൾക്ക് ഇത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തത്. മക്കൾ ടെസ്റ്റ് അവിടെ നിന്ന് എല്ലാം അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഉമ്മി നല്ലതാണ്, ഇത് കഴിച്ചോ നല്ലതാണ്. അപ്പൊ അവര് യൂറോപ്യൻസ് ഒക്കെ UK-യില്, അപ്പൊ യൂറോപ്യൻസ് ഒക്കെ ഇത് ഞങ്ങൾ എപ്പോഴും കഴിക്കുന്നതാണ്. അപ്പൊ അവിടെ കഴിക്കുന്നതാണ്, നല്ല സാധനമൊക്കെ ഉള്ളതൊക്കെ നല്ലതാണ്, കഴിച്ചോളാം പറഞ്ഞു. അങ്ങനെ ഞാൻ കഴിച്ചു തുടങ്ങി, സ്റ്റാർട്ടായി. 1 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്കവിടെ പെട്ടെന്ന് ബെറ്റർ അങ്ങായി വരികയാണ്. ബെഡിൽ നിന്ന് എഴുന്നേറ്റു, ഞാൻ ഓരോന്ന് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് കിച്ചണിലൊക്കെ പോകാനും ആ സ്മെല്ലടിക്കാനും ഒക്കെ ഡോക്ടർ റെസ്ട്രിക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്, ഒന്നും കാര്യമായിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞേക്കാണ്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഞാൻ പോയി പതുക്കെ റിക്കവറായി വന്നപ്പോഴേക്കും എനിക്ക് 1 മാസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, അതൊരു ബോട്ടിലും കൂടെ വാങ്ങിച്ചോട്ടോ, നല്ലതാണെന്ന് തോന്നുന്നു. അപ്പൊ എനിക്കും അത് നല്ലതാണെന്നൊരു തോന്നൽ എനിക്ക് അങ്ങനെ വന്നു. കാരണം ഹസ്ബൻഡിന് അറിയാലോ എൻ്റെ എല്ലാം ഫുൾ ഞാനും ഹസ്ബൻഡും മാത്രമാണ് ഉള്ളത് ഫുള്ള്. അപ്പൊ എനിക്കത് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് ഹസ്ബൻഡിന് ഒരു ബോട്ടിൽ കൂടി വാങ്ങിക്കാൻ പറഞ്ഞു. അങ്ങനെ അനുവിനെ വിളിച്ചാൽ പറഞ്ഞു ഒരു ബോട്ടിൽ കൂടെ വേണം. അങ്ങനെ ഇപ്പൊ ഞാൻ 4 ബോട്ടിൽ കഴിഞ്ഞു, 5ാമത്തെ ബോട്ടിൽ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ പറയാ, എനിക്ക് ഭയങ്കര എന്തൊക്കെയാ മാറിപ്പോയത്. എനിക്കിപ്പോ സംസാരിക്കാൻ മറ്റത്, എനിക്കിങ്ങനെ സൗണ്ടിൽ സംസാരിക്കും. അപ്പൊ ഞങ്ങൾക്ക് ഖുർആൻ ഓതാനൊക്കെ ഞാൻ വെറുതെ നോക്കുള്ളായിരുന്നു, മനസ്സിൽ വായിക്കുള്ളായിരുന്നു. ഇപ്പൊ എനിക്ക് സൗണ്ടിൽ അത് ഓതാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ വളരെ വ്യത്യാസം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ കാണാൻ പോയിട്ട് ഡോക്ടർ നോക്കിയിട്ട് ചെക്കപ്പ്, ഞങ്ങൾക്ക് ഫുൾ ചെല്ലുമ്പോൾ ബ്ലഡ് ചെക്കപ്പും എക്സ്റേയും സ്കാനിങ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞ് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു വളരെ ബെറ്റർ ആണ്. എൻ്റെ അടുത്തുനിന്ന് ഇനി ഞാൻ ഇൻഹേലർ മാത്രമേ ഉള്ളൂ, മറ്റേ പ്രിഫിനിക്സ് അത് സ്റ്റോപ്പ് ചെയ്തു, അത് വേണ്ട. ഇനി എൻ്റെ അടുത്ത് ഇൻഹേലർ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ്, പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പൊ ഞങ്ങൾ 2 ദിവസം മുമ്പ് 2 സ്ഥലത്ത് ടൂർ പോയി, ഞാനും ഹസ്ബൻഡും ടൂർ. മറ്റത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു കണ്ടീഷനായിരുന്നു. അങ്ങനെ ഇപ്പൊ നല്ല രീതിയിൽ എന്താ പറയാ, നല്ലൊരു മാറ്റമുണ്ട്. അതുകൊണ്ട് അപ്പൊ എനിക്കിത് റിസൾട്ട് കിട്ടിയപ്പോ ഞാനിപ്പോ ഇങ്ങനെ എല്ലാവരോടും പറയാണ്. അപ്പോഴാണ് ഈ ഇസ്മായിൽ സാഹിബ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു ആകാംക്ഷയായി. എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്നതാണ്. എൻ്റെ ഓൺ പേഴ്സണൽ ഇതാ ഒരു എക്സ്പീരിയൻസ് തന്നെ. എനിക്ക് ഇങ്ങനെയൊന്നും പറ്റില്ലായിരുന്നു, ആരായിട്ട് സംസാരിക്കാനോ ആരെയും നടക്കാനോ ഓടിക്കാനോ. ഇപ്പൊ എന്തൊക്കെയാന്ന് എനിക്ക് അറിയില്ല, എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് കൂടുതൽ മറ്റുള്ളവർക്കൊന്ന് ഈ നമ്മുടെ അനുഭവം പറഞ്ഞിട്ട് മാക്സിമം ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ സഹായം ചെയ്യണം എന്നുള്ള ഒരു മെന്റാലിറ്റിയോട് കൂടിയാണ് ഞാനിപ്പോ ഇതില് ജോയിൻ ചെയ്തത്. ഓക്കെ, താങ്ക് യു സർ. Okay, thank you, ma'am. Thank you so much for sharing your amazing and incredible story. എന്തായാലും വലിയൊരു ദൈവാനുഗ്രഹമാണ് ഇത് മാഡത്തിലേക്ക് എത്തിച്ചേർന്നതിനും. ഇനി നമ്മളൊരു ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്, നമ്മളിത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. ഓക്കെ, അവര് ആക്സെപ്റ്റ് ചെയ്യുന്നവർ ആക്സെപ്റ്റ് ചെയ്യട്ടെ, മനസ്സിലാക്കാൻ കഴിയുന്നവർ മനസ്സിലാക്കട്ടെ. പക്ഷെ നമ്മുടെ ഒരു ഒബ്ലിഗേഷൻ നമുക്ക് തീർക്കാറ്, അത് നമുക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് അറിഞ്ഞു കൊടുക്കാലോ. അപ്പൊ അതിന്റെ ആ ഒരു സതുദ്ദേശം. എന്റെ ഈ അറിയുന്നവര്, എന്റെ എല്ലാ അവസ്ഥയും അറിയുന്ന കുറച്ച് നെയ്ബേഴ്സ് ഇപ്പൊ ഞാൻ ആയിരിക്കുന്ന എന്റെ അവസ്ഥ കണ്ടിട്ട് ഇപ്പൊ 3 ആൾ എന്റെ അടുത്ത് നിന്ന് അത് വാങ്ങി ഇപ്പൊ എന്റെ അടുത്തുനിന്ന്. വെരി ഗുഡ്. Okay, thank you, ma'am. Thank you so much for sharing your testimonial. Now, മറ്റൊരു സ്റ്റോറി, ഒരു ഡിഫറെന്റ് ആള്, ഡിഫറെന്റ് ലൈഫ് സ്റ്റൈൽ ആൻഡ് സെയിം പ്രിൻസിപ്പിൾ. മറ്റൊരു ടെസ്റ്റിമോണിയിലേക്ക് നമുക്ക് കടക്കാം.
അത് സ്വന്തം എക്സ്പീരിയൻസും അതോടൊപ്പം തന്നെ അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. എനിക്ക് വളരെയധികം പ്രിയങ്കരനായിട്ടുള്ള വളരെ സംസാര ശൈലി തന്നെ വളരെ രസകരമായിട്ടുള്ള ഞങ്ങളുടെ പ്രിയങ്കരനായ രാജു വൈദ്യര്. ആ, ആ, രാജു വൈദ്യർ, പ്ലീസ് കം ഫോർവേഡ്. ഞാനൊരു യാത്രയിലാണ്, അപ്പൊ വണ്ടി ഞാൻ ഒതുക്കിയിട്ടിരിക്കുകയാണ്, ഓക്കെ എന്നിട്ടാണ് സംസാരിക്കണേ. ശരി. ഓക്കെ, താങ്ക് യു സർ. ഞാന് രാജീവും ഞാനും തമ്മിൽ വളരെ കൊല്ലങ്ങളായിട്ടുള്ള ബന്ധവും കാര്യങ്ങളും ഉള്ള ആളാ. അപ്പൊ രാജീവ് ഇങ്ങനെ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു. അവൻ അതിന്റെ ഒരു ആ, ആം, എന്താ പറയണേ, ആ 1,00,000 ഒരു കിറ്റുമായിട്ട് വന്ന് അത് എൻ്റെ അടുത്ത് വെച്ചും കൊണ്ട് അങ്ങ് പോയി പുള്ളി. അപ്പൊ ഇതൊക്കെ എനിക്ക് കൊണ്ട് തന്ന് ഇത് വെച്ചപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു നിരീക്ഷണവും പഠനവും ഇല്ലാതെ ഒരിക്കലും ഇത് കഴിക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പും ഉണ്ടായില്ല. എന്നിട്ട് ഞാൻ എന്ത് പണി ചെയ്തെന്ന് വെച്ചാൽ, അന്ന് തന്നെ ഈ ടെസ്റ്റ് കിറ്റില് ഞാൻ എടുത്ത് എൻ്റെ ഇതൊക്കെ ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്തപ്പോ എൻ്റെ 12:1 ആണ് omega-3 വാല്യൂ, അതുപോലെ മറ്റു വാല്യൂസും ഒക്കെ വന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, എൻ്റെ കയ്യിലുള്ള omega-3 2 ഗ്രാം വീതം, ഒരേ ഗ്രാമിന്റെ ഗുളിക 2 എണ്ണം വീതം ഡെയിലി കഴിച്ചുകൊണ്ട് 3 മാസം കഴിഞ്ഞ് ഞാൻ തന്നെ ഇതേ ടെസ്റ്റ് പിന്നെയും നടത്തി. അത് നടത്തി കഴിഞ്ഞപ്പോ എനിക്ക് ഈ വാല്യൂയില് omega-3 omega-6 അതിനകത്ത് ഒരു 2-3 ആട്ടം കുറഞ്ഞു കിട്ടി. 12 എന്നുള്ളത് 10 അങ്ങനെയൊക്കെ ആയി കിട്ടി. പക്ഷേ മറ്റേ നമ്മുടെ സെൽ മെമ്മറൈൻ ഫ്ലൂയിഡിറ്റിയിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും ഒരു മാറ്റവും വന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് വെറും omega-3 കളിയല്ല ഇത്. അതേസമയം തന്നെ ഞാനിത് മറ്റു പല ആളുകൾക്കും ഇത് ഞാൻ കൊടുത്ത് പരീക്ഷിച്ചായിരുന്നു. അപ്പൊ എനിക്ക് കിട്ടിയ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ ഓയിൽ കൊടുത്തതിന് ശേഷം പല രോഗികൾക്കും നമ്മൾ ചികിത്സ കൊടുക്കുമ്പോൾ ആ മരുന്നുകളുടെ ഇഫക്റ്റ് ഈ മരുന്ന് തന്നെ സെല്ലുകളിലേക്ക് കയറാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യണേ. ഏത് മരുന്നും, നമ്മൾ കൊടുക്കുന്ന ഏതു മരുന്നിൻ്റെയും ഇഫക്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതനുസരിച്ച് പല രോഗികളിലും ഞാനിത് ഓരോന്നോരോന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ കുട്ടികളില്ലാതെ ഒരു കൂട്ടര് എൻ്റെ അടുത്ത്, അവര് പോവാത്ത ആശുപത്രികളും ഇല്ലാത്ത, ചെയ്യാത്ത ടെസ്റ്റുകളും ഇല്ല. അങ്ങനെ അവസാനം ഡോക്ടേഴ്സ് പറഞ്ഞു, β2 മൈക്രോ പ്രോട്ടീൻ എന്ന് പറയുന്ന ആ പ്രോട്ടീൻ നിങ്ങൾക്ക് വളരെ കൂടുതലാണ്, 22 അതിൻ്റെ അളവ്. അത് ഒരു 10-ൽ താഴേക്ക് വന്നെങ്കിൽ മാത്രമേ കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്കത് എളുപ്പമല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഈ ഓയിൽ കൊടുത്ത് 4 മാസം കഴിഞ്ഞ് ഇവരെ ചെക്ക് ചെയ്തപ്പോ ഇവരുടെ ഈ β2 മൈക്രോ പ്രോട്ടീൻ എന്ന് പറയുന്നത് വെറും 2-ലേക്ക് താണു എന്നുള്ളതാണ്. അതുപോലെ നമ്മളുടെ ഈ പല ക്യാൻസർ രോഗികൾക്ക് ഒക്കെ നമ്മളിത് കൊടുക്കുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്ന മരുന്നിൻ്റെ ആ ദോഷഫലങ്ങൾ അല്ലെങ്കിൽ ക്ഷീണാവസ്ഥ അതിനെയൊക്കെ പരിഹരിക്കാനും പെട്ടെന്ന് തന്നെ മരുന്ന് ആക്ട് ചെയ്യാനും ഒക്കെയുള്ള ആ കഴിവുകൾ ഉണ്ടായി എന്നുള്ളതാണ്. ഡോക്ടേഴ്സ് ഉപേക്ഷിച്ച പല കേസുകൾ, സ്റ്റേജ് 4 ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ കേസുകൾ. പാലക്കാടുള്ള ഒരു അഡ്വക്കേറ്റ് ശിവദാസ് ഉണ്ട്. ശിവദാസിന് മെഡുലറി കാർസിനോമ, തൈറോയിഡിൽ തന്നെ മെഡുലറി കാർസിനോമ നമ്മുടെ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിലാണ് അത് കണ്ടെത്തണേ. അപ്പൊ പെറ്റ് സ്കാൻ എടുത്തപ്പോൾ 5 സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. പറഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല, നമുക്ക് പാലിയേറ്റീവ് കെയർ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ ബന്ധു ആരാതെ ജിഗ്മറിൽ, പോണ്ടിച്ചേരി ജിഗ്മറിൽ ഡോക്ടറുണ്ട്. അവിടെ പോയി അവര് ആ ഡോക്ടറെ അമ്മമാരെയും കണ്ടപ്പോൾ അവരും പറഞ്ഞു ഒന്നും ചെയ്യാനില്ല, ഈ മെഡുലറി കാർസിനോമ അങ്ങനെ ഇത്രയും സ്പ്രെഡ് ചെയ്ത ഒരു കേസും ഒരിക്കലും ആർക്കും സുഖമായി കിട്ടിയിട്ടില്ല, അപ്പൊ അതുകൊണ്ട് അതിനൊന്നും സാധ്യതയില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഈ ഓയില് കാലത്തും വൈകിട്ടും 10 ml വീതം 2 നേരവും ഞാൻ ഇത് തൈരും ഇതുമെല്ലാം ചേർത്ത് ഒരു കോമ്പിനേഷനിൽ കൊടുക്കുകയും എൻ്റെ മരുന്നുകൾ ഞാൻ കൃത്യമായിട്ട് ആയുർവേദവും സിദ്ധയും നാച്ചുറോപ്പതിയും ഒക്കെ കൊടുക്കുകയും ചെയ്തു. എന്തിനു പറയുന്നു, ഏതാണ്ട് 6 മാസം കഴിഞ്ഞപ്പോഴേക്കും പുള്ളി വളരെ വ്യത്യാസം വന്നു. ഇപ്പം സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ പുള്ളിയുടെ ശരീരത്തിൽ ആകെ ഉണ്ടായിരുന്നത് ഈ തൈറോയിഡിൽ മാത്രം, ബാക്കി എല്ലാ സ്ഥലത്തെയും പോയി. ആ തൈറോയിഡ് അമല ഹോസ്പിറ്റലുകാർ ഓപ്പറേഷൻ ചെയ്യാൻ തയ്യാറായി, അവരത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റുകയും ചെയ്തു. ഇപ്പം ഇനിയും ആ ഓയിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 മാസം കഴിയുമ്പോൾ അടുത്ത പെറ്റന്മാരെയും കൊണ്ട് എടുക്കുമ്പോൾ പുള്ളി പൂർണ്ണമായിട്ടും റിക്കവർ ആവും.
അതൊക്കെ ഒരു വേൾഡ് ഇതുപോലും ആണ് അതൊക്കെ. അങ്ങനെയൊക്കെ നിരവധി കേസുകൾ. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഈ സെൽഫ് ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്ന ഇതിൻ്റെ ആ ഗുണം അത് നമ്മളുടെ എല്ലാ മേഖലയിലും ഇതിന്റെ ഗുണം കിട്ടുന്നതാ. ഏത് തരം രോഗിക്കും അതിന്റെ ഗുണം കിട്ടുന്നതാ. ഏത് മരുന്നുകൾ ഏക്കുന്നില്ല എന്ന് പറയുന്നവർക്കും ഇതിന്റെ ഗുണം കിട്ടുന്നതാ. അതൊക്കെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ. അപ്പൊ ഇത് വെറും ഒരു ഒമേഗ 3 അല്ല. ഇത് വെറും ഒമേഗ 3 കഴിച്ചപ്പോൾ നമുക്കാർക്കും ഈ ഗുണം കിട്ടിയില്ല. ആ ഒമേഗ 3യുടെ കൂടെ അതിൻ്റെ കൂടെ ചേർക്കേണ്ട മറ്റ് സാധനങ്ങളെല്ലാം അവർ ആ കോമ്പിനേഷനിൽ ചേർത്ത് ഇതൊരു സിൻസിയർ ഓയിൽ തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത്. സിൻസിയർ ആയിട്ടുള്ളൊരു ഓയിലത്. ഈ ഓയില് നമ്മളുടെ ശരീരത്തെ പുനർജനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ നശിച്ചുപോയ കോശങ്ങളെ, മൃതപ്രായരായ കോശങ്ങളെ ഒക്കെ പുനർജനിപ്പിച്ച് പുതിയൊരു വെളിച്ചം, പുതിയൊരു വെട്ടമുള്ള ഒരു മനുഷ്യൻ, പുതിയൊരു പ്രകാശമുള്ള ഒരു മനുഷ്യനാക്കി നമ്മളെ മാറ്റുക ചെയ്യുന്നത്. ഇത് ശരിക്കും നിങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചറിയുമ്പോഴേ അത് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. അത് നമ്മൾ അങ്ങനെ ചെയ്യണം. അത് ഷുഗറൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സെൽഫ് ഫ്ലൂയിഡിറ്റി പോകുന്നതുകൊണ്ടാണ് അവർ ടൈപ്പ് 2 ഡയബറ്റിക്കിൽ തന്നെ കിടക്കുന്നത്. ഈ ടൈപ്പ് 2 ഡയബറ്റിക്കിൽ നിന്നൊക്കെ നമുക്ക് വളരെ വ്യത്യാസം വരുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ സിൻസിനോയിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ സെൽഫ് ഫ്ലൂയിഡിറ്റി കൂടുമ്പോൾ അവരുടെ ഈ പറയുന്ന സെല്ലിനകത്ത് ഈ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നതിനെല്ലാം ഗ്ലൂക്കോസ് ആക്കി മാറ്റിയിട്ട് ആ ഗ്ലൂക്കോസിനെ ഇൻസുലിനൂടെ ഈ സെല്ലുകളുടെ അകത്തേക്ക് കയറ്റാൻ പറ്റും. അതുപോലെ തന്നെ സെല്ലുകളുടെ അകത്ത് കിടക്കുന്ന മാലിന്യങ്ങളെ മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ തന്നെ ഈ ഷുഗറിന്റെ ആ വലിയ പ്രശ്നത്തിൽ നിന്നും നമുക്കൊക്കെ ഒഴിവാക്കാൻ പറ്റും. ചില രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്ത് ഇൻസുലിൻ കൊടുത്താലും എന്ത് മരുന്ന് കൊടുത്താലും അവരുടെ ഷുഗർ താഴൂല. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഞാൻ ഇത് കൊടുക്കുമ്പോൾ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനില്ല. അതുകൊണ്ട് ഈ ഓയിലിനെ സംബന്ധിച്ച് നമുക്ക് ധൈര്യമായിട്ട് ആരുടെ മുമ്പിലും വെല്ലുവിളിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓയിലായത്. ഇത് നമ്മളുടെ ശരീരത്തിന് ഗുണം ചെയ്യും എന്നുള്ളത് 100 അല്ല 110% നമുക്ക് ധൈര്യമായിട്ട് പറയാം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അത് വെച്ചുകൊണ്ട് ഇത് നമുക്ക് പ്രചരിപ്പിക്കുന്നതിനോ കൊടുക്കുന്നതിനോ ഒന്നും ആരും ഒരു മടിയും വിചാരിക്കേണ്ട. നമുക്ക് ധൈര്യമായിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ ഇത് കഴിച്ചോളൂ, നിങ്ങൾക്ക് ആ മാറ്റം വരുമല്ലോ, കാണാലോ എന്ന് പറഞ്ഞു തന്നെ നമുക്ക് കൊടുക്കാമല്ലോ. അല്ലാതെ ഇത് വെറുതെ നമ്മൾ വല്ലതും പറയുന്നതല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കണ 1 കിലോ ആട്ടിറച്ചിക്ക് നമ്മൾ 950 രൂപയും 1000 രൂപയും കൊടുത്ത് നമ്മൾ മേടിച്ച് ആ മാസത്തിൽ നമ്മൾ 4 ആഴ്ചയിൽ 4 കിലോ ആട്ടിറച്ചിയും മേടിച്ച് കഴിച്ച് അങ്ങനെ നമ്മൾ 4 മാസം കഴിഞ്ഞ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം നമ്മുടെ ശരീരത്തിൽ ഇച്ചിരി കൊളസ്ട്രോൾ കൂടിയതല്ലാതെ വേറെ എന്തെങ്കിലും കിട്ടുമോ? അതേസമയം ഇതേ സാധനം തന്നെ നമ്മൾ ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്ന മാറ്റം എത്രയാണെന്ന് നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കിക്കോ. ഇത് നമ്മുടെ ഒരു ഭക്ഷണമായിട്ടും നമ്മുടെ ഒരു ശരീരത്തിന്റെ നിലനിൽപ്പിനും നമ്മുടെ ജീവന്റെ തുടിപ്പിനും ഒക്കെ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഉപയോഗിക്കണം. ഇത് ഉപയോഗിച്ചാൽ ഇന്ന ഗുണങ്ങളുണ്ട്. നമ്മൾ അനാരോഗ്യം മൂലം ഹോസ്പിറ്റലിൽ പോയി ഒന്ന് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ വേണം നമുക്ക്. അത്തരം ഒരു കാര്യങ്ങൾ നമ്മൾ ആളുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് അത് വളരെ ഉപകാരപ്രദമാകുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ. Okay, thank you, sir. Thank you, രാജു വൈദ്യർ. എന്തായാലും അങ്ങയുടെ ഒരുപാട് ക്ലയൻസിനും അങ്ങയ്ക്കും ഒക്കെ ബാലൻസ് ഓയിൽ ഗുണകരമാവുന്നു എന്നറിഞ്ഞതിൽ വളരെ വലിയ സന്തോഷം. നമ്മുടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നതിനുള്ള സമയമായി. ഒരുപാട് പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. ഞാൻ വളരെ ലളിതം, സിമ്പിൾ ആയിട്ട് ചോദിക്കുകയാണ്, എന്താണ് യഥാർത്ഥത്തിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ളത്? ഒരു ICU അഡ്മിഷൻ ആണോ? അതല്ലെങ്കിൽ ഒരു ആൻജിയോപ്ലാസ്റ്റി ആണോ? അതോ പെട്ടെന്നുള്ള ഒരു ഗുഡ് ബൈ പറച്ചിലാണോ? അതോ വളരെ മുൻപേ കാര്യങ്ങൾ അറിയാൻ സാധിക്കുക എന്നതാണ്? ഒരു പഴമൊഴി കൂടി പറയാം, അല്പം സ്ട്രോങ് ആണ്, എന്നാലും ഈ ഒരു സന്ദർഭത്തിൽ ഞാനത് പറയാം. വിസ്ഡം ദാറ്റ് കംസ് ടു ലേറ്റ് ഈസ് യൂസ്ഫുൾ ഓൺലി അറ്റ് ദ ഫ്യൂണറൽ പയർ എന്നാണ് പറയാം. അതായത് വൈകി വരുന്ന ബുദ്ധി, വിവേകം, അത് ചിതയിലാണ് പ്രയോജനം ചെയ്യാന്നുള്ളൊരു ചൊല്ലുണ്ട്. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങളോടൊന്നും വാങ്ങാനോ അല്ലെങ്കിൽ ഒരു സെയിൽസിനോ വേണ്ടി പറയുന്നതല്ല. ഇന്നത്തെ നമ്മുടെ ജീവിത ചുറ്റുപാടുകൾ, ഓരോ ദിവസവും കാണുന്ന വാർത്തകൾ, ന്യൂസുകൾ,
ഇതൊക്കെ കേൾക്കുന്നത് കൊണ്ട് പറയുന്നതാണ്. സോ മെഷർ ബിഫോർ ഡാമേജ്, കറക്റ്റ് ബിഫോർ കൊളാപ്സ്, റെസ്പെക്ട് യുവർ ബയോളജി. ഇന്ന് നമ്മൾ വാർത്തയായി വന്ന ആൾക്കാർക്ക് അവർക്കൊരു അവസരം കിട്ടിയില്ല ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് അറിയുന്നതിനോ പഠിക്കുന്നതിനോ മനസ്സിലാക്കുന്നതിനോ ഒരവസരം കിട്ടിയില്ല. നമുക്ക് കിട്ടിയിട്ടുണ്ട്. നോളജ് എന്ന് പറയുന്നത് പേടിപ്പെടുത്താനുള്ളതല്ല. നോളജ് ഈസ് നോട്ട് ഫിയർ. നോളജ് ഈസ് പവർ വിത്ത് റെസ്പോൺസിബിലിറ്റി. സോ വാട്ട് യു ഡു നെക്സ്റ്റ് decides everything. Thank you for trusting the space. Thank you for listening deeply. And let's move forward with awareness, not assumptions. Thank you all. Thank you once സാറേ again. ഒരു മിനിറ്റ് എനിക്ക് ടൈം തരാം. പറയൂ സർ. ഓക്കെ, ഞാൻ ഈ സൽമയായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കുള്ളിലാണ് ഇപ്പൊ അടുത്ത് കണ്ടത്. അപ്പോ ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തിക്ക് ഒറ്റ ഇതേ ഉള്ളൂ, ഇത് എനിക്ക് അതിൽ നിന്നൊരു പ്രോഫിറ്റ് ഉണ്ടാകുന്ന വിധത്തിലുള്ളതാണെങ്കിൽ ഞാൻ താല്പര്യമില്ല, എനിക്കൊരു ജനസേവനമായിട്ടാണെങ്കിൽ ഞാൻ അതിന് ഇൻട്രസ്റ്റ് എടുക്കും. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി നമ്മുടെ തൊട്ടടുത്തുള്ള എൻ്റെ ഒരു റിലേറ്റീവ് തന്നെ, പുള്ളി ഹാർട്ട് അറ്റാക്ക് വന്നു, അത് കഴിഞ്ഞിട്ട് സ്ട്രോക്ക് വന്നു, പിന്നെ ഹൈ ഷുഗർ വന്നിട്ട് ഡയബറ്റിക് റെറ്റിനോപ്പതിയിലേക്ക് വന്നു, 2 കണ്ണിന് കാഴ്ച പോയി, ഇപ്പൊ വീട്ടിലിരിക്കുകയാണ്. സാമ്പത്തികമായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടൊന്നും കൊടുക്കും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിഞ്ഞ ആഴ്ച അവിടെ പോയി പുള്ളിയെ കണ്ട് സംസാരിച്ചു. കൂട്ടത്തിൽ ഞാൻ രാജവൈദ്യരുടെ അടുത്ത് പോയപ്പോ പുള്ളിക്ക് കണ്ണിലൊഴിക്കാനുള്ള ഒരു ഡ്രോപ്പ് മേടിച്ചുകൊണ്ട് വന്ന് കൊടുത്തു. അപ്പൊ രാജവൈദ്യരെ പറ്റി പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു, ഇത് വളരെ സുഖമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാം, ഓയിൽ കൃത്യമായിട്ട് കഴിച്ചാൽ മതി. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി. ഞാൻ പറഞ്ഞു അവർക്ക് സാമ്പത്തികമായിട്ട് ഇത് വാങ്ങി കഴിക്കാൻ സൗകര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഒരു 4 ബോട്ടില് ഒമേഗ ബാലൻസ് ഓയിൽ ഞങ്ങൾ തരാം ഫ്രീ ആയിട്ട്, കഴിച്ചിട്ട് റിസൾട്ട് ഉണ്ടാക്കുക. അപ്പൊ പുള്ളിക്ക് ഇത് ഈ ആസ്പിരിൻ കഴിക്കുന്നതുകൊണ്ട് ഡോക്ടറെ കണ്ട് ഒരു അപ്രൂവൽ മേടിച്ചിട്ട് തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ മിക്കവാറും ബുധനാഴ്ചയൊക്കെ ഡോക്ടറെ കാണും, അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോ ഞങ്ങൾ രണ്ടുപേരും ഒരേ പാതയിലാണ്. ഇപ്പൊ ഡോക്ടർ അനുവാണെങ്കിലും ഇതേപോലെ തന്നെയാണ്. അത് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്നുള്ള മെന്റാലിറ്റി പൊതുവെ കാണിച്ചിട്ടില്ല. അപ്പോ ഞങ്ങൾ ഇതിനെ ഇതേപോലുള്ള ഒരു സോഷ്യൽ സർവീസും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. അത് നമുക്ക് അതിൽ നിന്ന് റിസൾട്ട് വരുമ്പോൾ ജനങ്ങൾ മുഴുവൻ അറിയാൻ ഒരു വലിയ പബ്ലിസിറ്റി ആയിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് ഉദ്ദേശിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. യെസ് സർ. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ഈ കമ്പനിയുടെ ഒരു കോൺസെപ്റ്റും. അത് തന്നെയാണ് ഇപ്പൊ പലപ്പോഴും ആളുകൾ പറയാനുള്ള ഒരു കാര്യം, ഇതിന്റെ ഒരു കോസ്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2 കാര്യങ്ങളാണ്. ഈ നമുക്ക് ഓയിലും സിനോബയോട്ടിക്കും, നിങ്ങൾ ഇത് രണ്ടും കൂടി ഒരു മാസം നമുക്ക് കഴിക്കാൻ വേണ്ടി വരുന്ന ചിലവ് ഒരു മാസത്തേക്ക് ഒരാൾക്ക് 8,000 രൂപയാണ്. ഇത് രണ്ടും കൂടി കഴിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അളവില് ആ പോഷകങ്ങൾ നിങ്ങളൊരു ഭക്ഷണത്തിലൂടെ ഫിക്സ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 80,000 രൂപ മുടക്കിയാലും മതിയാവില്ല, അത് ലഭിക്കില്ല. ബിക്കോസ് ഞാൻ ആ ഒരു മേഖലയിൽ നിന്ന് വരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒമേഗ 3 ഏറ്റവും കുറഞ്ഞ ചെലവിൽ ലഭിക്കുന്ന സംവിധാനങ്ങൾ എനിക്കറിയാം. ബിക്കോസ് ഐ വാസ് ഇൻ ടു ഫാർമസ്യൂട്ടിക്കൽസ്. ഒരു 60 ക്യാപ്സ്യൂളിന് അല്ലെങ്കിൽ 90 ക്യാപ്സ്യൂളിന് 150 രൂപയ്ക്ക് ലഭിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതെടുത്തു കൊണ്ടുവന്ന് ലേബൽ ഒട്ടിച്ച് ബ്രാൻഡ് ഉണ്ടാക്കി അത് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉൾപ്പെടെ, അത് വിൽപ്പനയ്ക്ക് വെക്കുന്ന ആൾക്കാർക്ക് ഉൾപ്പെടെ കമ്മീഷൻ കൊടുത്ത് 1,500 രൂപയ്ക്ക് വിറ്റാലും ലാഭമാണ്, 1000 രൂപയ്ക്ക് വിറ്റാലും ഇരട്ടി ലാഭമാണ്. അങ്ങനത്തെ പ്രൊഡക്റ്റുകളുണ്ട്. സിൻസിനോയ്ക്ക് വേണമെങ്കിൽ അങ്ങനെയും പ്രൊഡക്റ്റ് വിൽക്കാം. പക്ഷേ നിങ്ങൾ 4 മാസം കഴിഞ്ഞല്ല, 40 മാസം കഴിഞ്ഞാലും 40 വർഷം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്താലും ടെസ്റ്റിൽ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. യാതൊരു വ്യത്യാസവും നമ്മുടെ ശരീരത്തിനകത്തും വരാൻ പോകുന്നില്ല. 4 മാസം കൊണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമ്മുടെ ടെസ്റ്റ് റിസൾട്ട് ബാലൻസിലേക്ക് വരുമെന്ന് ധൈര്യത്തോടു കൂടി പറയാൻ, ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ, നിങ്ങൾക്ക് ഈ വാല്യൂ ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി ലോകത്തിൽ ഒരേ ഒരു കമ്പനിയുള്ളൂ. ദാറ്റ് ഈസ് വാട്ട് സിൻസിനോ. അതുകൊണ്ടാണ് നമ്മൾ സിൻസിനോ പ്രൊമോട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത് മറ്റൊരാളോട് പറയണമെങ്കിൽ, ഇപ്പൊ നേരത്തെ സൽമാ മേഡം പറഞ്ഞു, ഡോക്ടർ അനു പറഞ്ഞു, ഇസ്മായിൽ സാർ പറഞ്ഞു, ഇത് നിങ്ങൾ സാമ്പത്തിക നേട്ടം നോക്കിയിട്ടല്ലല്ലോ ഇത് പറയുന്നത്. സിൻസിനോ 100-ലധികം രാഷ്ട്രങ്ങളിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നമ്മളെപ്പോലെ, നിങ്ങളെപ്പോലെ ഇത് വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളുടെ അവരുടെ അവരുടെ
ടെസ്റ്റ് റിസൾട്ട്സിനെ അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളെ, അവരുടെ ടെസ്റ്റിമോണിയൽസിനെ, അവരുടെ റെക്കമെൻഡേഷൻസിനെ ആസ്പദമാക്കിയിട്ടാണ്. ഈ റെക്കമെൻഡേഷൻസ് ഒന്നും സാമ്പത്തിക നേട്ടത്തിനല്ല. ഇനി അത് സാമ്പത്തിക നേട്ടത്തിനായിട്ട് നമുക്ക് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് ഇത് അഫോർഡബിൾ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് അഫോർഡബിൾ ആക്കാനുള്ള ഓപ്ഷൻസ് കൂടി സെൻസിനോയിലുണ്ട്. ആ ഓപ്ഷൻസ് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റിയാൽ മതി. നമുക്കറിഞ്ഞ കാര്യം മറ്റൊരാളോട് പറയാൻ തയ്യാറാവുക. അവരെടുക്കു കൊടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ. ഇത് നല്ലതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ ഈ ഒരു നല്ലൊരു കാര്യം മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറയാം. ഇത് ഷെയർ ചെയ്യുന്ന സമയത്ത് സതുദ്ദേശത്തോടു കൂടി ആയിരിക്കണം. ഇത് വിറ്റിട്ട് എനിക്ക് പൈസ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലല്ല. ഇത് നിങ്ങൾക്ക് നല്ലതാണ്, ഇതൊരു ഓപ്ഷനാണ്. നേരത്തെ ഇസ്മായിൽ സാർ ചെയ്തതുപോലെ, അല്ലെങ്കിൽ ഡോക്ടർ അനു ചെയ്തതുപോലെ, സൽമ മാഡം ചെയ്തതുപോലെ, ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ഓരോ ആളുകളും ചെയ്യുന്നത് പോലെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എത്തിക്കുക. അത് നിങ്ങളുടെ ഒരു ഒബ്ലിഗേഷൻ ആയിട്ട് കാണും. നമ്മൾ ഇതിനകത്ത് ആരും തന്നെ ഒരു സെയിൽസ്മാൻ അല്ല, ഒരു വിൽപ്പനക്കാരോ ആളുകൾ എന്തെങ്കിലും പറഞ്ഞ് കബളിപ്പിച്ച് വിൽക്കാൻ പ്രോഡക്റ്റ് വിൽക്കുന്ന ആൾക്കാരോ അല്ല. അങ്ങനെയൊന്നും ഒരു കമ്പനിക്ക് 20 വർഷം 25 വർഷം നിൽക്കാൻ പറ്റില്ല. ഇന്ന് ഓരോ മാസവും, ഓരോ ദിവസവും, ഓരോ മാസവും, ഓരോ വർഷവും ഈ കമ്പനി ഗ്രോത്തിൽ നിന്ന് ഗ്രോത്തിലേക്കാണ്. അതായത് 20% കോമ്പൗണ്ടിങ് ആനുവൽ ഗ്രോത്ത് റേറ്റ്, CAGR എന്ന് പറയും. ഈ കമ്പനി വളരുന്നത് ഈ ഉൽപ്പന്നങ്ങൾ ആളുകൾക്ക് ഗുണങ്ങൾ ലഭിക്കുന്നു എന്നതിനാലാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രൊജക്റ്റിനെ പറ്റി പഠിക്കുക. എനിക്ക് ഇനിയും ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞിരിക്കുക മാത്രം ചെയ്യരുത്. കാര്യം ഇന്ന് അറിയാനുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട്. അത് ആരുടെയെങ്കിലൊക്കെ ഉപദേശങ്ങളെ, അഭിപ്രായങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കരുതെന്ന് മാത്രം. നമ്മൾ സ്വയം അനലൈസ് ചെയ്യുക, പഠിക്കാൻ തയ്യാറാവുക. ഇന്ന് ഒരുപാട് AI പോലെയുള്ള സംവിധാനങ്ങൾ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ChatGPT-യിലോ അല്ലെങ്കിൽ ജെമിനി ഇലൊക്കെ പോലെയുള്ള ഗൂഗിൾ ജെമിനി അല്ലെങ്കിൽ പെർപ്ലെക്സിറ്റി എന്നൊക്കെ പറയുന്ന ഒരുപാട് സംവിധാനങ്ങൾ, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻഫർമേഷൻ ഒക്കെ കിട്ടും. ഈ ഓരോ കാര്യങ്ങളെ പറ്റി പഠിക്കുക. നമ്മുടെ ശരീരത്തിനകത്ത് എങ്ങനെയാണ് നമുക്ക് രോഗങ്ങൾ ഉടലെടുക്കുന്നത്. അതുകൊണ്ടാണ് വളരെയധികം ഉദാഹരണ സഹിതം ഞാനൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഇന്നത്തെ സെഷനിൽ തന്നത്. ഇത് മനസ്സിലാക്കുക, പരമാവധി നമുക്ക് വേണ്ടപ്പെട്ട ആളുകളിലേക്ക് ഇത് എത്തിക്കുക. അത് ഒരു സാമൂഹ്യ സേവനം എന്നുള്ള രീതിയിൽ തന്നെ കാണാം. അതിലൂടെ നമുക്കൊരു വരുമാനം ലഭിക്കുമെങ്കിൽ അത് ഏറ്റവും നല്ല വരുമാനമാണ് എന്നത് മാത്രം അറിയാം. പണ്ട് ഗുരുദേവൻ പറഞ്ഞതുപോലെ, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരനും സുഖത്തിനായി വരേണം എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മറ്റുള്ളവർക്കും സുഖകരമായിരിക്കട്ടെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും. എല്ലാവർക്കും നന്മകൾ നേരുന്നു, നല്ലൊരു ശുഭരാത്രി നേരുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു വൺസ് അഗെയിൻ. എല്ലാ ബുധനാഴ്ചയും ഇതിന്റെ ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ ഉണ്ടാവും എന്നുള്ളത് അനൗൺസ് ചെയ്യും. എല്ലാ ബുധനാഴ്ചയും നിങ്ങൾക്ക് ഈ പറയുന്ന 8 മണിക്ക്, അതായത് എല്ലാ രാത്രി ബുധനാഴ്ചയും നിങ്ങൾക്ക് ഇതൊരു ബിസിനസ് കൂടി ഇതിനകത്തുണ്ട്. ബിസിനസ് എന്ന് പറയുമ്പോൾ ആൾക്കാർ പലപ്പോഴും കരുതുന്നത് ഇതൊരു പലപ്പോഴും ബിസിനസിന് വേണ്ടി പലതും പറയാന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു ബിസിനസ് എന്ന് പറയുന്നത് സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ യഥാർത്ഥ ഒരു പരിഹാരം നമ്മൾ നിർദ്ദേശിക്കുക എന്നുള്ളതാണ്. അതിലൂടെ നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ല വരുമാനം അത് തന്നെയാണ്. അങ്ങനെ മാത്രമേ നമുക്ക് വരുമാനം ഉണ്ടാക്കാനും പറ്റുള്ളൂ. അപ്പൊ ഇതിലൂടെ എങ്ങനെ നമുക്ക് ഇതിലൂടെ വരുമാനമാക്കാം? ഇത് നിങ്ങളുടെ ജോലിയെയോ നിങ്ങൾ ചെയ്യുന്ന കാര്യം നമ്മൾ ജീവിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ വേൾഡിലാണ്. ഇനി വരുമാനം ഇല്ലാതെ മുന്നോട്ട് പോകാനൊന്നും പറ്റില്ല. ആരെങ്കിലുമൊക്കെ നിങ്ങളോട് പൈസ വരുമാന മാർഗത്തിനുള്ള നല്ല രീതികൾ, അല്ലെങ്കിൽ നമുക്ക് മാന്യമായ, നമുക്ക് ഒരു പുണ്യമായ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ എതിർക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതൊന്നും വേണ്ട എന്ന് പറയുകയാണെങ്കിൽ, ദയവായിട്ട് പിന്നെ അവരോട് നമ്മൾ കൂട്ടുകൂടാതിരിക്കുക. കാര്യം നമുക്ക് വരുമാനം വേണം, സമ്പത്ത് ഉണ്ടാക്കണം. കാര്യം നമ്മൾ ജീവിക്കുന്ന ഒരു ഫിനാൻഷ്യൽ വേൾഡിലാണ്. വരുമാനം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഈ പ്രൊജക്റ്റിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം, നല്ല വരുമാനം ഉണ്ടാക്കാം. പക്ഷെ അതിന് ചിട്ടയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, പ്രവർത്തിക്കണം. അതെങ്ങനെയാണ്, എന്താണ് എന്നത് കൃത്യമായിട്ട് അത് പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ടീമിൽ പ്രേമേട്ടൻ. അപ്പോൾ അദ്ദേഹം ആ ഒരു ബിസിനസ് പ്ലാൻ എല്ലാ ബുധനാഴ്ചയും രാത്രി 8 മണിക്ക് മലയാളത്തില്, ശുദ്ധമായ മലയാളത്തില് ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് ബിസിനസ് താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് ആ ഒരു സെഷൻ യൂസ് ചെയ്യാം. നിങ്ങളുടെ ആളുകളെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. യെസ് പ്രമോദ് സർ, പറഞ്ഞോളൂ. എന്തെങ്കിലും ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണോ? യു റേസ്ഡ് യുവർ ഹാൻഡ്. ഓക്കെ. അപ്പോ ആ ഒരു പ്രോഗ്രാം നമ്മൾ യൂസ് ചെയ്യുക. എല്ലാ ബുധനാഴ്ചയും നമുക്കത് മലയാളത്തിലുണ്ടായിരിക്കും, ബിസിനസ് പ്രസന്റേഷൻ. എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, സ്നേഹം. വീണ്ടും നമുക്ക് ഈ ഒരു വെൽനസ് സെഷൻ അടുത്ത ഞായറാഴ്ച ഉണ്ടാവും. അടുത്ത ഞായറാഴ്ച വീണ്ടും കാണാം. അതുവരേക്കും നന്ദി. ഗുഡ് ബൈ. ഹാവ് എ ഗ്രേറ്റ് വീക്ക് അഹെഡ്.
Wish you all the Good best. night. Thank you. Thank you, sir. Thank you. Bye-bye. Thank you, sir. Thank you very much. Good night.